വേദിയിലിരിക്കുന്ന ലോകാധ്യക്ഷൻ സഹോദരൻ ഷരീഫ്, ഈ പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ജില്ലാ ട്രഷറർ റസാഖ് ഹാജി സാഹിബ്, ഇവിടെ സ്വാഗതം ആശംസിച്ച സഹോദരൻ സാബിർ, പാർട്ടിയുടെ കരുത്തനായ മണ്ഡലം പ്രസിഡന്റ് ലിയാഖത്ത്, പടന്നയിലെ എന്റെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കരുത്തരായ കർമ്മധീരരായ കാഡർമാരെ, പ്രവർത്തകന്മാരെ, അനുഭാവികളെ, നല്ലവരായ നാട്ടുകാരെ, ഇതര രാഷ്ട്രീയ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പടന്നയെ സംബന്ധിച്ചിടത്തോളം SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. SDPI സംസ്ഥാനത്തുടനീളം ഇതുപോലുള്ള നയവിശദീകരണ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇത് പറയാൻ പ്രത്യേക കാരണമുണ്ട്. കുറച്ചു ദിവസങ്ങളായി കേരളത്തിൽ CPM-നും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും BJP-ക്കുമൊന്നും പ്രതിപക്ഷമില്ലാത്ത ഒരവസ്ഥയാണ്. CPM-കാർ പൊതുയോഗം സംഘടിപ്പിക്കുന്നു, SDPI-യെ ചീത്ത പറയുന്നു. കോൺഗ്രസുകാർ പൊതുയോഗം സംഘടിപ്പിക്കുന്നു, SDPI-യെ ചീത്ത പറയുന്നു. മുസ്ലിം ലീഗുകാർ കണ്ണൂർ ജില്ലയിൽ ഒരു ക്യാമ്പയിൻ നടത്തി. ടെററിസം ഹാസ് നോ റിലീജിയൻ. ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ടൗണുകളിൽ പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ SDPI-യുടെ കുറച്ച് പാവം പ്രവർത്തകർ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് ചോദിച്ചു, എന്താണ് ടെററിസം, എന്താണ് റിലീജിയൻ? മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, ഇതിന്റെ അർത്ഥം അറിയുമെങ്കിൽ ഞങ്ങൾ മുസ്ലിം ലീഗിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, നിങ്ങളുടെ കൂടെ വന്നാൽ മതിയല്ലോ എന്നാണ് മുസ്ലിം യൂത്ത് ലീഗുകാർ പറഞ്ഞ മറുപടി. ചില പ്രദേശങ്ങളിലൊക്കെ സംയുക്ത മഹല്ല് ജമാഅത്ത്, ആ പേര് പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട, കോൺഗ്രസും മുസ്ലിം ലീഗും CPM-ഉം മതസംഘടനകളും ഒക്കെ സംയുക്ത മഹല്ല് ജമാഅത്ത് രൂപീകരിച്ചുകൊണ്ടാണ് ഈ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഞങ്ങൾ കേരളീയ സമൂഹത്തിൽ ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് ഈ പ്രസ്ഥാനത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഭാഗത്ത് രാഷ്ട്രീയക്കാർ, മറുഭാഗത്ത് മാധ്യമങ്ങൾ. മാതൃഭൂമി പത്രം വായിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ. ദേശാഭിമാനിയും മനോരമയും ദീപികയും ഒക്കെ, മംഗളം ദിനപത്രവും ഒക്കെ വായിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ. ചാനലുകൾ കാണുന്ന ആളുകളായിരിക്കും. മാധ്യമങ്ങൾ ഈ പ്രസ്ഥാനത്തെ വേട്ടയാടുന്നു. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ചർച്ച ചെയ്യുന്നില്ല. കേരളത്തിൽ മുഖ്യ പ്രതിപക്ഷമാണ് CPM, പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. മുസ്ലിം ലീഗിനും ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട് കേരളത്തിൽ. പക്ഷേ മുസ്ലിം ലീഗ് ഈ അടുത്ത കാലത്തായി അതിന്റെ പ്രതിപക്ഷ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ഈ പാർട്ടിയാണ്. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? മുസ്ലിം ലീഗുകാർ ഇപ്പോ സ്വപ്നം കാണുകയാണ്. ഉറക്കം വരാത്ത രാവുകളാണ് പല പ്രദേശങ്ങളിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം. ചില ദുസ്വപ്നങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നു എന്ന് മുസ്ലിം ലീഗിന് ഈ അടുത്ത കാലത്തായി തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം നാറാത്ത് എന്ന് പറയുന്നത് കേരളത്തിൽ കണ്ണൂർ ജില്ല എന്ന് പറയുന്ന ജില്ലയിൽ നാറാത്ത് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പ്രദേശമാണ്. നാറാത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശം കണ്ണൂർ ജില്ലയിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും മുസ്ലിം ലീഗുകാരന്റെ അവസ്ഥ എന്ന് ഞാൻ ഇപ്പോൾ ആലോചിച്ചു പോവുകയാണ്. CPM-കാരന്റെയും മുസ്ലിം ലീഗുകാരന്റെയും ഒക്കെ അവസ്ഥ എന്താണ് നാറാത്ത് സംഭവിച്ചത്?
നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 5 വർഷക്കാലമായി പരസ്യമായി ഇന്ത്യയിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് ഹെൽത്തി പീപ്പിൾ ഹെൽത്തി നേഷൻ, ആരോഗ്യമുള്ള ജനത ആരോഗ്യമുള്ള രാഷ്ട്രം. ഇത് കഴിഞ്ഞ 5 വർഷക്കാലമായി പരസ്യമായി നടത്തുന്ന ഒരു പരിപാടിയാണ്. കണ്ണൂർ ജില്ലയിൽ ആ പരിപാടി നടത്തുന്നതിനാവശ്യമായ ട്രെയിനർമാർ, ഈ ട്രെയിനർമാർക്കുള്ള ഒരു പരിശീലന പരിപാടിയാണ് നാറാത്ത് തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയത്. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട പ്രദേശമല്ല, 100 കണക്കിന് വീടുകളുടെ ഏതാണ്ട് മധ്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ ഓഫീസ്. പണി പൂർത്തിയായിട്ടില്ല, കൃത്യമായ ഒരു വാതിലില്ല, ജനലില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഈ ജനലിന്റെ അകത്തുകൂടി ഇവിടെ എന്ത് പരിപാടിയാണ് നടക്കുന്നത് എന്ന് പുറത്തുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് കാണാം. ഈ പരിപാടി നടക്കുന്നതിന്റെ ഇടയിലേക്കാണ് നാറാത്ത് പോലീസ് കയറി വരുന്നത്. പോലീസ് കയറി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഓഫീസ് ഒന്ന് പരിശോധിക്കണം. അവിടെ ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് പരിശോധിക്കാം. കസേരയിൽ ഇതുപോലെ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടാണ് പ്രവർത്തകന്മാർ ഇത് പറയുന്നത്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഓഫീസ് മുഴുവനും പരിശോധിച്ച് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ തിരുവഞ്ചൂരേമാന്റെ പോലീസ് പറഞ്ഞു, നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം, ഞങ്ങൾ ചില ഇൻഫർമേഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. നിങ്ങളൊന്ന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ, വളവട്ടം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒന്ന് ഒപ്പിട്ട് പോയാൽ മതി എന്ന് പോലീസ് പറയും. ഒരു സംശയമൊന്നുമില്ലാതെ ഈ 21 ആളുകളും പോലീസിന്റെ വാഹനത്തിൽ കയറുന്നു. അവിടെ പോലീസ് സ്റ്റേഷനിലെത്തുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് 2 ബാഗുകളിലായി ചില വസ്തുക്കൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. നിഷ്പക്ഷമതികളായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ. കെ.എം. ഷാജി പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കാൻ ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവരോടാണ് ഞങ്ങൾ പറയുന്നത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഈ കൊണ്ടുവന്ന സാധനങ്ങൾ ഒരു തറയിൽ വിരിച്ച് അതിന്റെ മുകളിൽ എസ്ഡിപിയുടെ പതാക പുതപ്പിക്കുന്നു. എസ്ഡിപിയുടെ പതാകയാണ് പുതപ്പിക്കുന്നത്. നമ്മൾ ചാനലുകളിലൊക്കെ ആ ദൃശ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്തായിരുന്നു പിടികൂടിയ സാധനങ്ങൾ? എന്താണ് മാരകായുധങ്ങൾ? അതുകൂടി ജനങ്ങൾ അറിയണ്ടേ, എന്നെ കേൾക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ അറിയണ്ടേ എന്താണ് നാറാത്തു നിന്ന് പിടികൂടിയ മാരകായുധങ്ങളെന്ന്? ഒന്ന് ഒരു വാളാണ്, ഉണക്ക് തെരണ്ടി മുറിച്ചാൽ പോലും മുറിയാത്ത ഒരു പൊട്ടൻ വാള്, ഒന്നാമത്തെ മാരകായുധം. രണ്ടാമത്തെ മാരകായുധം ചാക്കുനോട് കൊണ്ടുണ്ടാക്കിയ 2 ഉണ്ട, ബോംബ് പോലെ തോന്നിപ്പിക്കുന്ന 2 വസ്തുക്കൾ. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, തിരുവഞ്ചൂരിന്റെ പോലീസ് പറഞ്ഞതാ. ബോംബ് പോലെ തോന്നിപ്പിക്കുന്ന 2 വസ്തുക്കൾ, 2 നൂലുണ്ട. പിന്നെ പിടികൂടിയത് ഭയങ്കര സാധന, 21 ആളുകൾക്ക് വെട്ടി പരിശീലിപ്പിക്കാൻ ആവശ്യമായ ഒരു മനുഷ്യ ഡമ്മി. ഇതുണ്ടാക്കിയത് 2 പട്ടിക കഷ്ണം കുരിശ് രൂപത്തിൽ അടിച്ചിട്ടാണ് ഈ ഡമ്മി ഉണ്ടാക്കിയത്. 21 ആളുകൾക്ക് വെട്ടിപ്പടിക്കാൻ ഒരവാള്, മൂർച്ചയില്ലാത്ത ഒരവാളും ഈ പട്ടിക കഷ്ണം 2 പട്ടിക കഷ്ണം കൊണ്ട് അടിച്ചുണ്ടാക്കിയ ഒരു ഡമ്മി. പിന്നീട് കിട്ടിയത് ഭയങ്കര ബോംബ, ഇഷ്ടിക ബോംബ്, ഒരു കഷ്ണം ഇഷ്ടിക. പിന്നെ മറ്റൊരു സാധനം ഇറാന്റെ പാസ്പോർട്ട് എന്ന ഒരു പൊട്ടൻ CPM-ന്റെ നേതാവ്, അയാൾ സംസ്ഥാന കമ്മിറ്റിയിൽ എങ്ങനെയാണ് എത്തിയത് എന്ന് എനിക്കറിയില്ല. അയാൾ പ്രസംഗിച്ചതാ ഇറാന്റെ പാസ്പോർട്ട്. പടന്നയിൽ ആളുകളോട് അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തമാശ തോന്നും. സാധാരണ നമ്മൾ ഫ്രീ വിസക്ക് ദുബൈയിൽ പോയ ആളുകൾക്കറിയാം, അവിടെ വിസ ചേഞ്ച് ചെയ്യുമ്പോ സാധാരണ നാട്ടിൽ പോയി വരിക എന്ന ബുദ്ധിമുട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഇറാന്റെ പരമാധികാരത്തിലുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കേന്ദ്രമാണ് കിഷ് എന്ന് പറയുന്ന ദ്വീപ്. അതൊരു സ്വതന്ത്ര വ്യാപാര മേഖലയാണ്. ഈ കിഷ് എന്ന് പറയുന്ന ദ്വീപിലേക്കാണ് സാധാരണ ആളുകൾ പോവാറുള്ളത്. അവിടെ പോയാൽ അവിടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ ഒരു പാസ് കൊടുക്കും, ഒരു ഫ്രീ സോൺ പാസ്. ഇറാന്റെ
ഒരു ഫ്രീ സോൺ പാസ് 14 ദിവസം ഈ കിഷ് എന്ന് പറയുന്ന ദ്വീപിൽ സഞ്ചരിക്കാനും അവിടെ താമസിക്കാനും ആവശ്യമായ ഒരു പാസ്. അതിൽ വളരെ കൃത്യമായി ഇന്ത്യയാണെങ്കിൽ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടാവും, പാകിസ്ഥാനാണെങ്കിൽ പാകിസ്ഥാനാണെന്ന് എഴുതും, ഇനി മലേഷ്യ ആണെങ്കിൽ മലേഷ്യ എഴുതും, സിംഗപ്പൂരാണെങ്കിൽ സിംഗപ്പൂരാണെന്ന് എഴുതും. അങ്ങനെ ഇന്ത്യ എന്ന് വളരെ കൃത്യമായി അതിൽ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അവിടെ എത്തിയത്? ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരു പാവം പയ്യൻ, അദ്ദേഹം ഈ നല്ല കാർഡാണ്, കാണാൻ നല്ല രസമുള്ള ഒരു കാർഡാണ്, അതൊരു കൗതുകത്തിന് വേണ്ടി തന്റെ പേഴ്സിൽ സൂക്ഷിച്ചതാണ്. 2 ദിവസം നമ്മുടെ ദേശാഭിമാനിയും നമ്മുടെ മാതൃഭൂമിയും നമ്മുടെ കൈരളിയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റും ഇന്ത്യ വിഷനും എല്ലാവരും കൂടി ഇതാണ് കാണിച്ചത്, ഇറാന്റെ പാസ്പോർട്ട്. ഇത് കാണാൻ നമുക്ക് തോന്നുന്നത് ഇതൊരു ഒരുപാട് കാലമായി ഇറാന്റെ പാസ്പോർട്ട് ഇങ്ങനെ കണ്ടു നടക്കുന്നവരാണ് എന്നാണ് നമുക്ക് സാധാരണ തോന്നാറുള്ളത്. ഇറാന്റെ പാസ്പോർട്ട് എന്ന് കാണിച്ച കാർഡാണ്. മുസ്ലിം ലീഗുകാർ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. എന്താ കാരണം? മുസ്ലിം ലീഗിനറിയാം ഇത് പറഞ്ഞാൽ ഇത് വലിയൊരു തമാശയായി മാറും എന്ന് മുസ്ലിം ലീഗിനറിയാം. അതുകൊണ്ട് മുസ്ലിം ലീഗുകാർ ഇറാന്റെ പാസ്പോർട്ടിനെ കുറിച്ച് പറയാനില്ല. ഇതാണ് മറ്റൊരു മാരകായുധം. പിന്നെന്താ മാരകായുധം? 10 രൂപയുടെ കുറെ നോട്ടുകൾ, 100 രൂപയുടെ കുറെ നോട്ട്, പിന്നെ കുറെ അധികം മാരകായുധങ്ങൾ പിടികൂടിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് 21 ആളുകളുടെ കയ്യിൽ നിന്ന് 19 മൊബൈൽ ഫോൺ. അതിൽ സാംസങ്ങിന്റെ ഗാലക്സി മൊബൈൽ ഉണ്ട് പോലും. CPM-കാർ കണ്ടിട്ടുണ്ടാവില്ല സാംസങ്ങിന്റെ ഗാലക്സി മൊബൈൽ ഫോൺ. 21 ആളുകളുടെ കയ്യിൽ നിന്ന് 19 മൊബൈൽ ഫോൺ പിടികൂടി. ഇതെങ്ങനെയാണ് ഒരു തീവ്രവാദത്തിന്റെ സാധനമായി മാറുന്നത്? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. 21 ആളുകളുടെ കയ്യിൽ നിന്ന് 42 മൊബൈൽ ഫോൺ പിടികൂടിയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇതെന്തോ ആവശ്യത്തിന് വേണ്ടി. അത് മാത്രമല്ല, നമ്മുടെ മാതൃഭൂമി ചെയ്തത് ഇതൊക്കെ സൈലന്റ് മൂഡിലായിരുന്നു എന്നാണ്. ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ഒരടയാളമാണ് ഈ 19 മൊബൈൽ ഫോൺ സൈലന്റ് മൂഡിലായിരുന്നു. ഇതൊക്കെയാണ് നാറാത്ത് നിന്ന് പിടികൂടിയ മാരകായുധങ്ങൾ. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പറയുന്നത് ഈ പിടികൂടിയ ഫഹദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഈ ഫഹദിന്റെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജി, നീ ജനിച്ചു വീണത് പോലെയല്ല ഫഹദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജനിച്ചു വീണത് സമ്പന്നതയുടെ മടിത്തട്ടിലാണോ ജനിച്ചു വീണത്? അവന്റെ കയ്യിൽ അവന്റെ അക്കൗണ്ടിലേക്ക് 2-3 ലക്ഷം രൂപ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ തീവ്രവാദമാകുന്നത്? നമുക്കറിയാം, യുവജനയാത്രക്ക് 4 ലുങ്കിയും 3 ഷർട്ടും കൊണ്ട് MK മുനീറിന്റെ കൂടെ കൂടിയതാ നമ്മുടെ KM ഷാജി എന്ന് പറയുന്ന നേതാവിന്. എങ്ങനെയാണോ വയനാട് ജില്ലയിൽ എസ്റ്റേറ്റ് ഉണ്ടായത്? എങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് കണക്കിൽപ്പെടാത്ത ഭൂമി ഉണ്ടായത്? ജ്വല്ലറി തുടങ്ങാമെന്ന് പറഞ്ഞ് എങ്ങനെയാണ് നിങ്ങൾ ആളുകളെ പറ്റിച്ചത്? ഈ കണക്കൊന്നല്ലല്ലോ. തിരുവഞ്ചൂരിന്റെ പോലീസല്ലേ കേരളത്തിലുള്ളത്? ഈ തിരുവഞ്ചൂരിന്റെ പോലീസിന് കൃത്യമായി അന്വേഷിച്ച പോരെ ഇതെവിടുന്ന ഇത്രയും പണം വന്നത്? രേഖയില്ലാത്ത 1 രൂപ ഫഹദിന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. മുസ്ലിം ലീഗിന് 20 MLA-മാരുണ്ട്, 5 മന്ത്രിമാരുണ്ട് കേരളത്തിൽ. മുസ്ലിം ലീഗിന്റെ 20 MLA-മാരെയും 5 മന്ത്രിമാരെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വെല്ലുവിളിക്കുകയാണ്. ഈ ഫഹദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അക്കൗണ്ടിലേക്ക് വന്ന കണക്കിൽപ്പെടാത്ത 1 രൂപയുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? സ്വന്തമായി ട്രാവൽസ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ, സ്വന്തമായി മണി എക്സ്ചേഞ്ചിന്റെ ഏജന്റ്, ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല സാമ്പത്തികമായി അടിത്തറയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരന് പൈസ കൈകാര്യം ചെയ്യാൻ പറ്റില്ലേ? അതെങ്ങനെയാ തീവ്രവാദമാകുന്നത്? അപ്പൊ ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കണം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. കുറച്ചു കഴിഞ്ഞപ്പോ കേൾക്കുന്നു ഈ ചെറുപ്പക്കാരുടെ പേരിൽ UAPA എന്ന് പറയുന്ന നിയമം. അങ്ങനെയാണല്ലോ, UAPA, NIA ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? മുസ്ലിം സമുദായത്തിന്റെ പേരെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വയറ്റാട്ടിയാണ് UAPA-യും അതുപോലെ തന്നെ NIA. ഇത് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ UAPA. എന്നിന്റെ പേരിലാണ് ഈ ചെറുപ്പക്കാരുടെ പേരിൽ UAPA എന്ന് പറയുന്ന കുറ്റം ചുമത്തിയത്. എന്നിട്ട് നാണമില്ലാതെ മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രസംഗിച്ച് നടക്കുന്നത് ഞങ്ങളാണ് ഒറ്റുകൊടുത്തത്. കുറെ കാലമായി തുടങ്ങിയിട്ട് മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന പണി കുറച്ചൊന്നുമല്ല, കുറെ കാലമായി തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം.
ഞങ്ങൾ ഒറ്റുകൊടുത്തിട്ടാണ് ഈ മുസ്ലിം സഹോദരന്മാർ ജയിലിൽ കഴിയുന്നത് എന്ന് ആര് പറയുന്നു? മുസ്ലിം ലീഗിന്റെ നേതാവ് ചാനൽ ചർച്ചകളിൽ പറയുന്നു. നാട് മുഴുവൻ പ്രസംഗിച്ചു നടക്കുന്നു. എന്താ കാരണം? ഈ നാറാത്ത സംഭവം ഇങ്ങനെ പർവ്വതീകരിക്കാൻ എന്താണ് കാരണം? അതാണ് ഞാൻ കൃത്യമായി വിശദീകരിക്കുന്നത്. മുസ്ലിം ലീഗ് പറയുന്നത് ഞങ്ങളാണ് ഒറ്റുകൊടുത്തത് എന്ന. മുസ്ലിം ലീഗ് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിൽ കടന്നുപോകുന്നത്. അത് നിങ്ങൾക്കാർക്കും അറിയാത്ത ഒന്നാണ്. കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ശുക്കൂറിന്റെ കൊലപാതകം. ആരാണ് ശുക്കൂറിനെ കൊന്നത്? CPM ആണ് കൊന്നത്. എങ്ങനെയാണ് കൊന്നത്? 2.5 മണിക്കൂർ സമയം ബന്ദിയാക്കി വിചാരണ ചെയ്ത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടാണ് ശുക്കൂറിന്റെ കഴുത്തിൽ CPMകാർ കത്തിവെച്ചത്. എല്ലാ നടപടികളും പൂർത്തിയാക്കി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയൊക്കെ വിവരമറിയിച്ച് അതിനുശേഷമാണ് ഈ കാൽവള്ളയിലെ ചുവപ്പ് മാറാത്ത മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ ശുക്കൂറിനെ CPMകാർ അറുങ്കൊല ചെയ്തത്. ഈ ശുക്കൂറിന്റെ കേസിൽ 2 സാക്ഷികളുണ്ട്. 2 സാക്ഷികൾ. ഒരാളുടെ പേര് അബു എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ തളിപ്പറമ്പ് ടൗൺ ശാഖാ സെക്രട്ടറിയാണ്. മുസ്ലിം ലീഗിന്റെ ടൗൺ ശാഖാ സെക്രട്ടറി. ഇദ്ദേഹത്തിന് ജോലിയുണ്ട്. എവിടെയാണെന്നറിയോ? ഇദ്ദേഹത്തിന് ജോലി തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ ജീവനക്കാരനാണ്. മുസ്ലിം ലീഗ് വാങ്ങിക്കൊടുത്തതാണ് ഈ ജോലി. മറ്റൊരാൾ സാബിർ. ഈ സാബിർ മുസ്ലിം ലീഗിന്റെ ടൗൺ ശാഖാ ട്രഷററാണ് മുസ്ലിം ലീഗിന്റെ. ഇദ്ദേഹത്തിനും മുസ്ലിം ലീഗ് ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. KE സാഹിബ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിലാണ് ഈ സാബിർ എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ ശാഖാ ട്രഷററുടെ ജോലി. ഇവര് 2 പേരും ഇന്ന് നമ്മുടെ മലയാളത്തിലില്ല, കേരളത്തിലില്ല. ഇവർ 2 പേരും ഇപ്പോഴുള്ളത് ഗൾഫിലാണ്. ആരാണിവര്? 2 പ്രധാനപ്പെട്ട ശുക്കൂറിന്റെ കേസിൽ P ജയരാജനെതിരെ TV രാജേഷിനെതിരെ മൊഴി കൊടുത്ത 2 പ്രധാനപ്പെട്ട സാക്ഷികളാണ് ശുക്കൂറും അതുപോലെ തന്നെ സാബിറും. ഈ ശുക്കൂറിനെയും സാബിറിനെയും ഈ അബുവിനെയും സാബിറിനെയും ആരാണ് ഗൾഫിലേക്ക് നാട് കടത്തിയത്? എന്തിനാണ് ഇവർ ഗൾഫിലേക്ക് പോയത്? ഇത് കുറച്ചു കാലമായി കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗ് നിലനിൽക്കുന്ന ഒരു പ്രശ്നം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. മുസ്ലിംക്കെ, എന്തിനാണ് നിങ്ങൾ ഈ പ്രസ്ഥാനം എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ? അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. 1970 ശേഷം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ, KM ഷാജിയുടെ പ്രസംഗം കേട്ട് നിങ്ങൾ കൈയടിച്ചല്ലോ. 1970 ശേഷം കണ്ണൂർ ജില്ലയിൽ മുസ്ലിം യൂത്ത് ലീഗുകാർ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ കൊല്ലപ്പെട്ട ഏതെങ്കിലും ഒരു കേസിൽ ഒരു പ്രതിയെങ്കിലും ശിക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഈ പരിപാടി കഴിയുന്നതോടുകൂടി ഞങ്ങൾ ഈ കൊടി ഞങ്ങൾ താഴ്ത്തിക്കെത്തും. ഒരു സംശയം വേണ്ട നിങ്ങൾ. 1970 ശേഷം മുസ്ലിം ലീഗുകാരൻ കൊല്ലപ്പെട്ട ഏതെങ്കിലും ഒരു കേസിൽ ഒരു പ്രതിയെങ്കിലും ശിക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഈ പണി ഞങ്ങളങ്ങ് അവസാനിപ്പിക്കും. ഇത് വേണ്ട നോക്കൂ. നിങ്ങൾ പറയണം. നിങ്ങൾ ഇരിട്ടിയിൽ സലാം ആരാണ് കൊന്നത്? RSS ആണ് കൊന്നത്. RSSകാരാണ് ഇരിട്ടിയിലെ സലാമിനെ കൊന്നത്. പെരിങ്ങത്തൂരിലെ ഷമീർ കൊന്നത് RSSകാരാണ്. ഈ 2 കേസിലും എല്ലാ RSSകാരെയും വെറുതെ വിട്ടു. എടക്കാട് ഷാദുലി കൊന്നത് CPMകാരാണ്. തുണ്ടമായിട്ടാണ് ഈ എടക്കാട് ഷാദുലി എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെ തുണ്ടമായിട്ടാണ് CPMകാർ വെട്ടുനിർത്തിയത്. ഈ കേസിലെ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കക്കാട് സിറാജ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായ കക്കാട് സിറാജ്, ഈ കേസിലെ പ്രതികൾ CPMകാരാണ് കൊലപ്പെടുത്തിയത്. ഈ കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. അതുപോലെ തന്നെ തളിപ്പറമ്പിലെ ലത്തീഫിനെ കൊന്നത് CPMകാരാണ്, DYFIക്കാരനാണ്. ഈ കേസിലെ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ഏറ്റവും അവസാനമായി ഹൈദരലി ശിഹാബ് തങ്ങളുടെ മുന്നിലിട്ടിട്ടാണ് നമ്മുടെ RSSകാര് കാഞ്ഞങ്ങാട് വെച്ചിട്ട് മുഹമ്മദ് അസ്ഹറുദ്ദീനെ കൊലപ്പെടുത്തിയത്. മുഹമ്മദ് അസ്ഹറുദ്ദീന്റെ കേസ് 3 മാസങ്ങൾക്ക് മുമ്പ് കോടതി വെറുതെ വിട്ടു. 1970 ശേഷമുള്ള ഒരു കണക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ശുക്കൂറിന്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ശുക്കൂറിന്റെ കേസിൽ ഈ P ജയരാജനെയും അതുപോലെ തന്നെ TV രാജേഷിനെയും വെറുതെ വിടും. കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നത് മുസ്ലിം ലീഗിലെ ഈ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തൽക്കാലം അതിൽ നിന്ന് ശ്രദ്ധ തിരിയണം. അതിനുള്ളൊരു അവസരമാണ് കേരളത്തിലുണ്ടായത്. ഞങ്ങൾക്കറിയാം ഈ വാള് കൊണ്ടുവച്ച ആളുകൾ ആരാണെന്ന്, ഈ ഡമ്മി കൊണ്ടുവന്ന ആളുകൾ ആരാണെന്ന്, ഈ ബോംബ് പോലെ തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന പോലീസ് ഓഫീസർമാർ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം.
പിന്നീട് നടന്ന ഒരുപാട് നാടകങ്ങൾ, കേരളത്തിലെ തിരുവഞ്ചൂരിന്റെ പോലീസിന്റെ തിരക്കഥയനുസരിച്ച് നടന്ന ഒരുപാട് നാടകങ്ങൾ. അതിന് കാരണമുണ്ട്. എന്താ കാരണം? നരേന്ദ്രമോദി ഇവിടെ വരുന്നു, ശിവഗിരിയിൽ വരുന്നു. ശിവഗിരി എന്ന് പറയുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യരിൽ നിന്ന് കേരളത്തിലെ സമൂഹ മനസാക്ഷിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു യോഗി വര്യനായിരുന്നു ശ്രീനാരായണ ഗുരു. ഈ ശ്രീനാരായണ ഗുരുവിന്റെ ഈ ശിവഗിരിയിൽ കോൺഗ്രസുകാർ വേണ്ട, CPM-ന്റെ നേതാക്കന്മാർ വേണ്ട, ലീഗിന്റെ നേതാക്കന്മാർ വേണ്ട. ആര് മതി? വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കുമൊക്കെ ആര് മതി? മോഡി മതി. മോഡി വന്നു ശിവഗിരിയിൽ. ഈ മോഡി വന്നതിന്റെ പിറ്റേ ദിവസമാണ് കേരളത്തിൽ നിന്നും 21 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് UAPA എന്ന് പറയുന്ന നിയമം കുറ്റം ചുമത്തിക്കൊണ്ട് ജയിലിലടച്ചത്. 21 ആളുകളെ, 21 ചെറുപ്പക്കാരെ, നിരപരാധികളായ ചെറുപ്പക്കാർ. എന്താണ് UAPA? അബ്ദുൽ നാസർ മദനി എങ്ങനെയാ ജയിലിൽ കിടക്കുന്നത്? അബ്ദുൽ നാസർ മദനി ജയിലിൽ കിടക്കുന്നത് ഈ UAPA എന്ന് പറയുന്ന കുറ്റം ചുമത്തിയിട്ടാണ് അബ്ദുൽ നാസർ മദനി ജയിലിൽ കിടക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കണം. കേരളത്തിൽ മൊത്തം 98 ആളുകളുടെ പേരിലാണ് ഈ UAPA എന്ന് പറയുന്ന നിയമം ചുമത്തിയത്. ഇതിന് 90 ആളുകൾ മുസ്ലിങ്ങളാ, 8 പേർ മാവോവാദികൾ എന്ന് പറഞ്ഞ് 8 പേർ ദളിതുകൾ. 98 ആളുകൾ മുസ്ലിങ്ങളും ദളിതുകളുമായ 98 ആളുകളുടെ പേരിലാണ് കേരളത്തിലെ UAPA എന്ന് പറയുന്ന നിയമം ചുമത്തിയത്. നമുക്കറിയാം, കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ മൂവാറ്റുപുഴയിൽ ഒരു അധ്യാപകൻ ആക്രമിക്കപ്പെട്ട സംഭവമുണ്ടായി. ഈ മൂവാറ്റുപുഴയിൽ അധ്യാപകൻ ആക്രമിക്കപ്പെട്ട സംഭവമുണ്ടായപ്പോ 55 ആളുകളുടെ പേരിലാണ് UAPA എന്ന് പറയുന്ന നിയമം കുറ്റം ചുമത്തിയത്. ഇപ്പൊ ഭരണം നടത്തുന്നത് UDF. ഈ UDF ഭരണം നടത്തുമ്പോ 21 ചെറുപ്പക്കാരുടെ പേരിൽ UAPA എന്ന് പറയുന്ന നിയമം ചുമത്തി, കുറ്റം ചുമത്തിയിരിക്കും. എന്താണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് കേരളത്തിൽ? ഇതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. പിന്നെ മുസ്ലിം ലീഗിനോടും CPM-നോടുമൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ UAPA എന്ന് പറയുന്ന നിയമം നിങ്ങൾ ചുമത്തിക്കോ. നിങ്ങൾ 21 ആളുകളെ നിങ്ങൾ ജയിലിലടച്ചോ. നിങ്ങൾ ഞങ്ങൾ പരിപാടിക്കുള്ള ഞങ്ങളുടെ പെർമിഷൻ നിങ്ങൾ നിഷേധിച്ചോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല മുസ്ലിം ലീഗ്. ഇത് ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനം. ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നു പോകുമ്പോ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രതിസന്ധികൾ മാത്രമാണ് ജയില് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. ഇതൊന്നും തരണം ചെയ്യാതെ ചരിത്രത്തിന്റെ വിരുമാറിലൂടെ ഒരു വിപ്ലവ പ്രസ്ഥാനവും കടന്നുപോയിട്ടില്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനവും ഈ വഴികളിലൂടെ തന്നെ കടന്നുപോകും. അതിൽ നിങ്ങൾക്ക് വേറെ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവേണ്ടതില്ല. ഞങ്ങൾ അങ്ങനെ തന്നെ കടന്നുപോകും. എന്താ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്? ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, ഞങ്ങൾ RSSനെ എതിർക്കുന്നു, ഞങ്ങൾ സംഘപരിവാറിനെ എതിർക്കുന്നു, ഞങ്ങൾ മോഡിയെ എതിർക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്തെ ഹിന്ദുത്വ ഫാഷിസത്തിന്റെ ചങ്ങലക്കെട്ടുകൾ തകർത്തെറിയണമെന്ന് ഞങ്ങൾ പറയുന്നു. ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്. അപ്പോ UAPA എന്ന് പറയുന്ന നിയമം കേരളത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. എന്താ സന്ദേശം? അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. RSSനെതിരെ മിണ്ടാൻ പാടില്ല. RSSനെതിരെ സംസാരിച്ചാൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കുമെന്ന് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ് ഈ 21 ചെറുപ്പക്കാർ. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, 21 ചെറുപ്പക്കാരെ ജയിലിലടച്ചതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ തകർത്ത് കളയാം എന്ന് കരുതുന്ന ആളുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. RSSനെതിരെ ഞങ്ങളുടെ അവസാനത്തെ ശേഷം അത് നിൽക്കുന്നതിനെ ഇന്ത്യയിൽ RSSനെതിരെ ശക്തമായ നിലപാടുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിലൊരു സംശയം ആർക്കും വേണ്ട. RSSനെ എതിർക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്, ഞങ്ങൾക്കറിയാം. പിന്നെന്താ ഞങ്ങൾ പ്രശ്നം? ഞങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ജനങ്ങളുടെ പ്രശ്നം നമുക്കറിയാം. ഇപ്പൊ കേരളത്തിലെ അവസ്ഥ എന്താ? എപ്പോഴാണ് ഈ നാരായണ സംഭവം ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയോ? നമുക്കറിയാം കേരളത്തിന്റെ അവസ്ഥ, കേരളത്തിന്റെ നിയമസഭയുടെ അവസ്ഥ, കേരളത്തിലെ ഇപ്പോഴത്തെ UDF ഗവൺമെന്റിന്റെ അവസ്ഥ എന്താണ് നമുക്ക് കൃത്യമായിട്ടറിയാം. നിയമസഭയിൽ ഒരു മന്ത്രി ഒടിഞ്ഞു മുങ്ങിയ കയ്യുമായിട്ട് നിയമസഭയിൽ വരുന്നു. ഒരു മന്ത്രിയുടെ ഭാര്യ. എന്നിട്ട് മുഖ്യമന്ത്രിയോട് പറയുന്നു, ഉമ്മൻചാണ്ടി കണ്ടോ എന്റെ കൈയുടെ അവസ്ഥ കണ്ടോ? നിങ്ങളുടെ മന്ത്രിയായ ഭർത്താവ് അടിച്ചു തൂക്കിയതാണ് ഈ കൈ. ഉടനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നമ്മുടെ ഗണേഷ് കുമാറിനെ വിളിക്കുന്നു. ഗണേശ, ഗണേശ, എന്ത് അടിയായത്? ഭാര്യ ഇങ്ങനെ തല്ലാൻ വേണ്ടി പാടുണ്ടോ?
അപ്പൊ നമ്മുടെ ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഉമ്മൻചാണ്ടി എന്റെ വീട്ടിലേക്ക് വരൂ, എന്റെ അവസ്ഥയൊന്ന് കാണൂ, യൂറോപ്പ് പോലുള്ള എന്റെ മോന്ത ഇപ്പോ എത്തോപ്യ പോലെയാണെന്ന് ആര് വിളിച്ചു പറയുന്നു? നമ്മുടെ ഗണേഷ് കുമാർ വിളിച്ചു പറയുന്നു. മറുഭാഗത്ത് PC ജോർജ്. എന്താ PC ജോർജിന്റെ അവസ്ഥ? PC ജോർജിന് ആര് മണികെട്ടും എന്നുള്ളൊരു പ്രശ്നമാണ് കേരളത്തിൽ. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. 95 വയസ്സുള്ള ഗൗരിയമ്മയെ കുറിച്ച് പോലും PC ജോർജ് വേണ്ടാത്തത് വിളിച്ചു പറയുന്നു. ഉടനെ ഗൗരിയമ്മ പറയുന്നു, മുമ്പ് PC ജോർജിനെ തേടി ഒരു സ്ത്രീ വന്നിരുന്നു, ഒക്കത്തൊരു കുട്ടിയും ഉണ്ടായിരുന്നു, ഞാനാണ് 2000 രൂപ കൊടുത്തു ഈ PC ജോർജിനെ തേടി വന്ന ഈ സ്ത്രീയെ പറഞ്ഞയച്ചത് എന്ന് ആര് പറയുന്നു? നമ്മുടെ ഗൗരിയമ്മ പറയുന്നു. അപ്പോ ഒരു ഭാഗത്ത് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് നാറാത്ത് സംഭവം. ഉടനെ CPM-ന്റെ വക കൂട്ടായ്മ, മതേതര കൂട്ടായ്മ. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താണ്? ഇവിടെ കിട്ടിയ ആയുധങ്ങൾ എന്താ? കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാളെന്ന് പറയുന്നത് വലിയ മാരകായുധമാണ്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ 2 ബോംബ് പോലെ തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് വലിയ മാരകായുധമാണോ? ഈ പട്ടിക കൊണ്ടടിച്ച ഡമ്മി എന്ന് പറയുന്നത് വലിയൊരു മാരകായുധമാണോ? പിന്നെന്താണ് അവിടെ കിട്ടിയ മാരകായുധങ്ങൾ എന്ന് പറയുന്നത്? എന്താണ്? വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഈ സംഭവം നടക്കുന്നതിന് 6 ദിവസം മുമ്പാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ബൈക്കിൽ RSSകാരൻ ബൈക്കിൽ ബോംബുമായി പോകുമ്പോ ആ ബോംബ് പൊട്ടിത്തെറിച്ച് 100 മീറ്റർ അപ്പുറമുള്ള 4 വീടുകളാണ് ഒന്നിച്ച് തകർന്നു പോയത്. 200 മീറ്റർ അപ്പുറമുള്ള ഒരു സ്കൂളിന്റെ ഷെഡ് തകർന്നു വീണു. മുസ്ലിം ലീഗ് ക്യാമ്പയിൻ നടത്തിയോ? UAP എന്ന് പറയുന്ന നിയമം ഈ RSSകാരന്റെ പേരിൽ ചാർത്തണമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞോ? പോട്ടെ, മുസ്ലിം ലീഗ് ഒരു പ്രകടനം നടത്തിയോ? മുസ്ലിം ലീഗ് ഒരു പ്രസ്താവന ഇറക്കിയോ? പ്രഭാതം രാവിലെ 5 മണിക്ക് ഒരു പാവം, മാതൃഭൂമി എഴുതിയത് കണ്ടിട്ടില്ലേ? ഒരു പാവം RSSകാരൻ വയറ്റിപ്പഴപ്പിന് വേണ്ടി 2-3 ബോംബുണ്ടാക്കി രാവിലെ പ്രഭാതത്തിൽ കൊണ്ടുപോകുമ്പോ അബദ്ധത്തിൽ അതങ്ങ് പൊട്ടിപ്പോയി. അങ്ങനെ 3 വീട് തകർന്നു. ഈ RSSകാരന്റെ ആസനം വരെ തകർന്നുപോയി. RSSകാരന്റെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയപ്പോ നമ്മുടെ മാതൃഭൂമി ദിനപത്രം എഴുതിയതാണ്. ഒരു പാവം RSSകാരൻ ബോംബുമായി പോകുമ്പോ അബദ്ധത്തിൽ പൊട്ടി ഈ RSSകാരൻ കൊല്ലപ്പെടുകയും കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് മാരകമായി പരിക്കേൽക്കുകയും 3 വീടുകൾ തകരുകയും ഒരു സ്കൂളിന്റെ ഷെഡ് തകരുകയും ചെയ്ത സംഭവം. ഈ നാറാത്ത് സംഭവം നടക്കുന്നതിന്റെ 6 ദിവസം മുമ്പാണ് ഇത് നടക്കുന്നത്. 15 ദിവസം മുമ്പാണ് കൊയിലാണ്ടി ഒരു RSSകാരൻ വീട്ടിനകത്തിരുന്ന് ബോംബുണ്ടാക്കുമ്പോ ആ ബോംബ് പൊട്ടി മരിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയാണ്. അദ്ദേഹത്തിന്റെ അമ്മയാണ് കൊല്ലപ്പെട്ടത് കൊയിലാണ്ടി. എന്തേ ഒരു പ്രകടനം മുസ്ലിം ലീഗുകാരൻ നടത്താതിരുന്നത്? എന്തേ ഒരു തീവ്രവാദ ഒരു ക്യാമ്പയിൻ മുസ്ലിം ലീഗ് നടത്താത്തത്? അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? ഇനി ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ പറയുന്നത് മുസ്ലിം ലീഗിന് എന്താണ് അവകാശം ഇത് പറയാൻ? CPM-ന് എന്താണ് അവകാശം? കോൺഗ്രസുകാർക്ക് എന്താണ് അവകാശം ഇതിനെക്കുറിച്ച് പറയാൻ? CPM-നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിഷയങ്ങളൊന്നുമില്ല ഇപ്പോ ഏറ്റെടുക്കാൻ. കുറെ സമരങ്ങൾ നടത്തിയല്ലോ CPM കേരളത്തിൽ. ഇപ്പൊ അണ്ടിയാണോ മൂത്തത്, മാങ്ങയാണോ മൂത്തത് എന്ന പ്രശ്നമാണ് കേരളത്തിൽ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവാണോ മൂത്തത്, അല്ല CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണോ മൂത്തത് എന്ന പ്രശ്നം നടക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പിണറായി വിജയനെ കൊല്ലാൻ വേണ്ടി വളയത്ത് നിന്ന് ഒരു ഭൂതം പിണറായിയിലേക്ക് വന്നത്. അദ്ദേഹത്തെ പിടികൂടി. അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, പക്ഷേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു തോക്കും അതുപോലെ തന്നെ ഒരു കൊടുവാളുമായിരുന്നു. അദ്ദേഹത്തെ പിടികൂടി പോലീസ് ചോദ്യം ചെയ്തപ്പോ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ എന്ന് പറയുന്ന വളയത്തെ പഴയ സഖാവ് പറഞ്ഞത്, ഞാൻ പിണറായി വിജയനെ കൊല്ലാൻ തന്നെയാണ് വന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇടുക്കിയിൽ പോയിരുന്നു, അതിനു മുമ്പ് ഞാൻ വള്ളിത്തോട് എന്ന് പറയുന്ന പ്രദേശത്ത് കൊല്ലാൻ പോയിരുന്നു പിണറായി വിജയനെ. ചാൻസിന് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പിണറായി വിജയനെ കൊല്ലാതെ പോയത് എന്ന് ആര് പറയുന്നു? ഈ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ പറയുന്നു. കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ പേരിൽ UAPA എന്ന് പറയുന്ന കുറ്റം ചുമത്തിയോ? കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ ഇപ്പൊ എവിടെയുള്ളത്? എന്തേ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ അറസ്റ്റ് ചെയ്യണമെന്ന് CPM എന്താ പറയാത്തത്?
കാരണം സിപിഎം തുറന്നുവിട്ട ഒരു ഭൂതമായിരുന്നു കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരെന്ന് സിപിഎമ്മിന് അറിയാം. കാരണം എന്താ? പ്രളയത്തിൽ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ പാർട്ടി നേതാക്കന്മാർ കോളേജിൽ കഴിയാൻ വേണ്ടി സ്വന്തം വീട് തുറന്നു കൊടുത്താളായിരുന്നു ഈ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ. ഈ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരാണ് പിണറായി വിജയനെ കൊല്ലാൻ പിണറായിയിലെത്തിയത്. വെടിയുണ്ട പിണറായി വിജയന്റെ കയ്യിലുണ്ടല്ലോ. കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ കയ്യിൽ തോക്കുണ്ട്, പിണറായി വിജയന്റെ കയ്യിൽ വെടിയുണ്ടയുണ്ട്. കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ കയ്യിൽ വെടിയുണ്ടയില്ല, പിണറായി വിജയന്റെ കയ്യിൽ തോക്കില്ല. അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു. എന്റെ ഈ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ ഈ പിണറായി വിജയനെ കൊല്ലാൻ ശ്രമിച്ച കേസ് അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിനൊരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സിപിഎമ്മിൽ എവിടെയെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത് കണ്ടോ നിങ്ങൾ? സിപിഎം എവിടെയെങ്കിലും ഒരു പോസ്റ്റ് ഒട്ടിക്കുന്നത് കണ്ടോ നിങ്ങൾ? ആരും കണ്ടിട്ടില്ല. അപ്പോ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഏറ്റെടുക്കാൻ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നാറാത്ത്, തീവ്രവാദം, പോപ്പുലർ ഫണ്ട്, ഭീകരവാദം. കാരണം ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യപ്പെടാൻ പറ്റിയ രണ്ട് സാധനമാണ് ഈ തീവ്രവാദവും ഭീകരവാദവും. ആർക്ക് വേണമെങ്കിലും കച്ചവടം ചെയ്യാം. ഇപ്പൊ മുസ്ലിം ലീഗ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക കണ്ണൂർ ജില്ലയിൽ. രക്ഷിതാക്കളോടൊക്കെ പറയുന്നത് നിങ്ങൾ സിപിഎമ്മിൽ പ്രവർത്തിച്ചോ, നിങ്ങൾ വേണമെങ്കിൽ ബിജെപിയിൽ പ്രവർത്തിച്ചോ, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ആർഎസ്എസിലോ കോൺഗ്രസിലോ ഒക്കെ വേണമെങ്കിൽ പ്രവർത്തിച്ചോ, പക്ഷേ എസ്ടിപിയിലേക്ക് നിങ്ങൾ പോവണ്ട, നിങ്ങൾ ജയിലിൽ പോകുമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. മുസ്ലിം ലീഗ് ജയിലിൽ കാണാത്ത പാർട്ടിയാണോ എസ്ടിപി എന്ന് പറയുന്ന പാർട്ടി? UAPA എന്ന് പറയുന്ന നിയമത്തെക്കുറിച്ച് അറിയാത്ത പാർട്ടിയാണോ എസ്ടിപി എന്ന് പറയുന്ന പാർട്ടി? അതൊക്കെ നീ മുസ്ലിം ലീഗുകാരോട് പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് പറയണ്ട. ഈ പാർട്ടിക്ക് കേസ് നടത്താനും അറിയാം, ഞങ്ങളുടെ പ്രവർത്തകരെ പുഷ്പം പോലെ പുറത്തിറക്കി കൊണ്ടുവരാനും ഈ പാർട്ടിക്കറിയാം. അതൊന്നും നിങ്ങൾ പഠിപ്പിക്കണ്ട. നിങ്ങൾ ശുക്കൂറിന്റെ കേസ് നടത്തു, എന്നിട്ട് നിങ്ങൾ കാണിക്കുക. നിങ്ങൾ സാബറിനെ തിരിച്ചുകൊണ്ടുവാ, KM ഷാജി, നിങ്ങൾ അബുബിനെ തിരിച്ചുകൊണ്ടുവാ. ശുക്കൂറിന്റെ കേസില് ഈ ജയരാജനെതിരെ മൊഴി കൊടുത്ത് പ്രധാനപ്പെട്ട രണ്ട് സാക്ഷികളാണ് ഷുഹി, അബുവും സാബറും. ഇവരെ തിരിച്ചുകൊണ്ടുവാ. ഇനി പേടിച്ചിട്ടാണെങ്കിൽ എസ്ടിപിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന ഉത്തരവാദിത്തത്തോടുകൂടിയാണ് KM ഷാജിയോട് പറയുന്നത്, നിങ്ങൾ കൊണ്ടുവാ. ഈ അബുവിനും സാബറിനും കേസിന്റെ വിചാരണ തീരുന്നതുവരെ സംരക്ഷണം കൊടുക്കാൻ എസ്ടിപി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാണ്. പേടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ തിരിച്ചുകൊണ്ടുവാ. ഈ രണ്ടെണ്ണത്തിനെ കേസ് നടത്തിയല്ലോ തലശ്ശേരിയിലെ ഫസൽ. നിങ്ങൾ പറയുന്നു സിപിഎമ്മും പോപ്പുലർ ഫണ്ടും തമ്മിൽ, അല്ലെങ്കിൽ സിപിഎമ്മും എസ്ടിപിയും തമ്മിൽ ഒരു അഭിഹിത ബന്ധമുണ്ട് എന്ന. ഇതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം, KM ഷാജി എന്ന് പറയുന്ന നേതാവ് കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത കടവത്തൂരി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തു. എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ച് ഇങ്ങനെ കയറി അവസാനം പറഞ്ഞു, നരേന്ദ്രമോദി ഒരു ഹിന്ദുത്വവാദിയല്ല, നരേന്ദ്രമോദിക്ക് ഹിന്ദുത്വവുമായി ഒരു ബന്ധവുമില്ല. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ ഒരൊറ്റ മുസ്ലിമിനെയും മോഡി കൊന്നിട്ടില്ല, ഒരു പള്ളിയും മോഡി തകർത്തിട്ടില്ല. പിന്നെയോ കുറച്ച് വ്യവസായികൾ കൂടിയിട്ട് സർവത്ത് കളിക്കിയതാണെന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് കടവത്തൂരിൽ വെച്ച് പ്രസംഗിച്ചത്. ഇപ്പോ ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഈ പടന്നയിലെ മുസ്ലിം ലീഗുകാരെ നിങ്ങൾ യൂട്യൂബ് ഒന്ന് ഓപ്പണാക്കി നോക്ക് നിങ്ങൾ. അപ്പൊ കാണാൻ നിങ്ങൾക്ക് ഷാജിയുടെ പ്രസംഗം. എന്താണ് ഷാജി കടവത്തൂരിൽ പ്രസംഗിച്ചത് എന്ന് നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാം. RSS എന്ന് പറയുന്നത് അതൊരു പ്രത്യയശാസ്ത്രമല്ല എന്ന് മനസ്സിലാക്കിയ പാർട്ടിയാണ് എസ്ടിപി. അതൊരു പ്രസ്ഥാനമല്ല, അതൊരു മനസ്സിന്റെ പേരാ. RSSന്റെ മനസ്സുള്ളവർ പട്ടാളത്തിലുണ്ട്, RSSന്റെ മനസ്സുള്ളവർ പോലീസിലുണ്ട്, RSSന്റെ മനസ്സുള്ളവർ നമ്മുടെ ഉദ്യോഗസ്ഥ മേധാവികളിലുണ്ട്, RSSന്റെ മനസ്സുള്ളവർ പാർലമെന്റിനകത്തുണ്ട്, RSSന്റെ മനസ്സുള്ളവർ നിയമസഭകൾക്കുണ്ട്, RSSന്റെ മനസ്സുള്ളവർ കോൺഗ്രസിനുണ്ട്, RSSന്റെ മനസ്സുള്ളവർ CPM-നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി RSSന്റെ മനുഷ്യൻ പേര് നിലക്കുന്നത് മുസ്ലിം ലീഗിലുമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് ജനങ്ങളെ വല്ലാണ്ട് ബോധ്യപ്പെടുത്താനൊന്നും നടക്കണ്ട. 21 കുട്ടികളെ, 21 മുസ്ലിം ചെറുപ്പക്കാരെ ഞങ്ങളാണ് ഒറ്റുകൊടുത്തത് എന്ന് പറഞ്ഞു നടക്കുക നാട് മുഴുവൻ. ഈ 21 ചെറുപ്പക്കാരുടെ ഉമ്മമാരുടെ കണ്ണുനീരിൽ നാണമില്ലേ നിങ്ങൾക്ക് സമുദായത്തിന്റെ പാർട്ടിയാണെന്ന് പറയാൻ? അവരുടെ പേര് അസീസാണ് ഷാജി, അവന്റെ പേര് റഫീഖാണ് ഷാജി, അവന്റെ പേര് നാസറാണ് ഷാജി. ഈ 21 ചെറുപ്പക്കാരെ ഞങ്ങളാണ് ഒറ്റുകൊടുത്തത് എന്ന് മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയുമ്പോ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ചരിത്രം സമുദായത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും എന്ന വസ്തുത അതറിയാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ UAPA-ക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നത് അതുകൊണ്ടാണ്.
ഒരു 21 ചെറുപ്പക്കാരുടെ പ്രശ്നമല്ല ഇത്. ആയിരക്കണക്കിന് വരുന്ന മുസ്ലിം ചെറുപ്പക്കാര്, നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരാണ് ഈ UAP എന്ന് പറയുന്ന ഒരൊറ്റ നിയമത്തിൽ ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്നത്. അബ്ദുൽ നാസർ മദനിക്ക് ഞങ്ങളാണ് ആനമുട്ടുണ്ടാക്കി കൊടുത്തത്, ഞങ്ങളാണ് പാരസെറ്റാമോൾ വാങ്ങിക്കൊടുത്തത്, ഞങ്ങളാണ് മുട്ടിക്കുളങ്ങര തൈലം വാങ്ങിക്കൊടുത്തത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുക. ഇപ്പോ മുസ്ലിം ലീഗുകാരാ. അബ്ദുൽ നാസർ മദനിക്ക് പാരസെറ്റാമോൾ ഗുളിക പോരാ, അബ്ദുൽ നാസർ മദനിക്ക് മുട്ടിക്കുളങ്ങര തൈലം പോരാ, അബ്ദുൽ നാസർ മദനിക്ക് ചികിത്സ പോരാ, അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യമാണ് വേണ്ടതെന്ന് പറയാൻ ഒരൊറ്റ പാർട്ടിയെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. അത് സ്വാശ്രതകൾക്കായിട്ട് പറ്റും എന്ന പാർട്ടിയാ. വേറെ ഏത് പാർട്ടിയാ പറഞ്ഞത്? അദ്ദേഹത്തിന് പാരസെറ്റാമോൾ ഗുളികയല്ല വേണ്ടത്, അദ്ദേഹത്തിന് ജാമ്യമാണ് വേണ്ടതെന്ന് പറയാൻ ഒരു പാർട്ടിയെ ഉണ്ടായിട്ടുള്ളൂ. അത് SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ എന്താ പ്രശ്നം? ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ 21 ചെറുപ്പക്കാരെ ഓർത്തിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അവരെ പുറത്തിറക്കാനൊക്കെ ഞങ്ങൾക്കറിയാം, നന്നായിട്ടറിയാം. എങ്ങനെ പുറത്തിറക്കണം, എങ്ങനെ നിയമ പോരാട്ടം നടത്തണം എന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഇപ്പൊ തന്നെ ഞങ്ങൾക്കറിയാം. ഈ കേസുമായി നമ്മുടെ DYSP സുകുമാരൻ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ മോഹൻലാൽ വഴി ചോദിച്ചതുപോലെയാ. അങ്ങനെ ഇപ്പോഴുള്ള അവസ്ഥ, ഈ കേസിന്റെ അവസ്ഥ. ശ്രീഹള്ളിയിലേക്കുള്ള വഴി ചോദിച്ചതുപോലെയാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ഇത് എവിടെ കൊണ്ടെത്തിക്കണമെന്ന് പോലീസിനറിയില്ല. ഇത് മാരകായുധങ്ങൾ കോടതിയിൽ ഹാജരാക്കണ്ടേ? 21 ആളുകളുടെ കയ്യിൽ നിന്ന് പിടികൂടിയ 19 മൊബൈൽ ഫോണ്, മൂർച്ചയില്ലാത്ത അരവാള്, ബോംബ് പോലെ തോന്നിപ്പിക്കുന്ന 2 ചാക്കിന്റെ ഉണ്ട, ഇതൊക്കെ കോടതിയിൽ ഹാജരാക്കണ്ടേ? അപ്പൊ ഇവിടെ എന്താ പ്രശ്നം? എന്താണ് ഈ ടാർഗറ്റ് ചെയ്യപ്പെടാൻ? എന്ത് RSSകാരുടെ കയ്യിൽ കണ്ണൂർ ജില്ലയിൽ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ചെറുവാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് ബോംബ് പിടികൂടിയത്. 160 ബോംബ്. എന്നിട്ട് കേരള പോലീസ് എന്ന് ബോംബ് കൊണ്ടെഴുതി. കണ്ണൂർ ജില്ലയില ഈ കേസ് എന്തായി? ഈ ചെറുവാഞ്ചേരിയിൽ നിന്ന് 150 ബോംബ് പിടികൂടിയിട്ട് ആ കേസ് എവിടെ വരെ എത്തി? അവിടെ എന്താ NIA വേണ്ടാത്തത്? അവർക്കെതിരെ എന്താ UAP ഇല്ലാത്തത്? മുസ്ലിം ലീഗ് മറുപടി പറയണം. ഇതിലൊക്കെ വെറുതെ പ്രസംഗിച്ചു പോയാ പോരാ. അപ്പൊ ഇവിടെ ഇതാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിൽ ചർച്ച ചെയ്യാൻ മറ്റ് വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ തൽക്കാലം ഒരു വിഷയം വേണം. അതെന്താ? നാറാത്ത സംഭവം, ആയുധ പരിശീലനം. 51 വെട്ടുവെട്ടിയിട്ടാണ് സഖാക്കൾ TP ചന്ദ്രശേഖരനെ കൊന്നത്. 51 വെട്ട്. ഇതെങ്ങനെയാ വെട്ടിയത്? പിടികൂടിയ കൊലയാളി PK രജീഷ് പറഞ്ഞത് എന്താണെന്നറിയോ? PK രജീഷ് പറഞ്ഞത്, ഈ TP ചന്ദ്രശേഖരന്റെ മുഖത്ത് തന്നെ വെട്ടാൻ ഞങ്ങൾക്ക് കൃത്യമായ പരിശീലനം ഉണ്ടായിരുന്നു എന്നാണ്. പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ നിർദ്ദേശമുള്ളത് കൊണ്ട് TP ചന്ദ്രശേഖരന്റെ മുഖത്ത് തന്നെ വെട്ടാൻ ഞങ്ങൾക്ക് പ്രത്യേക പരിശീലനം കിട്ടിയിരുന്നു എന്ന് ആരാ പറഞ്ഞത്? TK രജീഷ്. എന്റെ TK രജീഷിനോട് എവിടെയായിരുന്നു ഈ പരിശീലന കേന്ദ്രമെന്ന് കേരളത്തിലെ പോലീസ് എന്തേ അന്വേഷിക്കാത്തത്? ഇപ്പോൾ എന്റെ കൂറുമാറുന്നത്, പ്രതികളെന്റെ കൂറുമാറുന്നത്? ഓരോ ദിവസവും TP ചന്ദ്രശേഖരന്റെ കേസിലെ പ്രതികൾ ഓരോ ദിവസവും കൂറുമാറിക്കൊണ്ടിരിക്കുക. തിരുവനന്തപുരത്തെ പോലീസിനറിയില്ലേ ഈ TP ചന്ദ്രശേഖരന്റെ കേസിൽ CPMകാരായ ആളുകളെ പ്രതി ചേർക്കുമ്പോ ഇവർക്കറിയില്ലേ ഇവർ കൂറുമാറുമെന്ന്? അപ്പൊ എന്ത് ഈ കൂറുമാറുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ഈ CPMകാരായ ആളുകൾ തന്റെ സാക്ഷിപ്പട്ടികയിൽ ചേർത്തത്? അപ്പൊ ഇവിടെ ഞങ്ങൾ പറയുന്നത്, ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമില്ല, വലതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമില്ല. ഇവിടെ ഒരൊറ്റ പക്ഷമേ ഉള്ളൂ, മുസ്ലിം വിരുദ്ധ പക്ഷം. അതാണിപ്പോ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. 98 ആളുകളുടെ പേരിലാണ് UAP ചുമത്തിയത് കേരളത്തിൽ. അതിൽ 90 മുസ്ലിങ്ങൾ. അത് യാദൃശ്ചികമായിട്ടുണ്ടായതാണോ ഈ 90 മുസ്ലിങ്ങൾ? പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനറിയാം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. പഴയതുപോലെ മുസ്ലിം ലീഗാണ് ഇസ്ലാം ദീനാണെന്ന്, മുസ്ലിം ലീഗാണ് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലമൊന്നല്ല ഇപ്പോ എന്ന് ആർക്ക് മനസ്സിലായി? എന്താണ് മുസ്ലിം ലീഗുകാർ? നിങ്ങൾ പറയും. ഈ 2 പതിറ്റാണ്ടിനിടയിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നിങ്ങൾ നൽകിയ സംഭാവന അതൊന്ന് നിങ്ങൾ വിശദീകരിക്കും. ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തതാണോ മുസ്ലിം സമുദായത്തിന് നിങ്ങൾ നൽകിയ സംഭാവന? പള്ളികൾ ഉദ്ഘാടനം ചെയ്തതാണോ മുസ്ലിം സമുദായത്തിന് നിങ്ങൾ നൽകിയ സംഭാവന? ഇവിടെ നിന്ന് പ്രസംഗിക്കും. അമ്പരചുംബികളായ പള്ളികൾ എങ്ങനെയാണ് മുസ്ലിം ഉണ്ടാക്കിയതാണോ കേരളത്തിൽ? 2 പതിറ്റാണ്ട് കാലത്തെ കണക്ക് നിങ്ങൾ പറയണം. മലബാറിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ, തിരുവിതാംകൂറിന്റെ അവസ്ഥ, മലബാറിന്റെ അവസ്ഥ, തിരുവിതാംകൂറിന്റെ അവസ്ഥ നിങ്ങൾ വിശദീകരിക്കൂ. എന്താ മലബാറിന്റെ അവസ്ഥ? സ്കൂളുകളുടെ എണ്ണമെടുക്ക് ലീഗുകാര, കോളേജുകളുടെ എണ്ണമെടുക്ക് ലീഗുകാര, മെഡിക്കൽ കോളേജിന്റെ എണ്ണമെടുക്ക് ലീഗുകാര,
എഞ്ചിനീയറിംഗ് കോളേജിന്റെ എണ്ണമെടുക്ക് ലീഗുകാര, വ്യവസായശാലകളുടെ എണ്ണമെടുക്കും, KSRTC ബസിന്റെ എണ്ണമെടുക്കും നിങ്ങൾ. എന്നിട്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സംസാരിക്കും. മലബാറിൽ KSRTC ബസ്സുകൾ എത്ര ഓടുന്നുണ്ട്? തിരുവിതാംകൂറിൽ എത്ര ഓടുന്നുണ്ട്? തിരുവിതാംകൂറിൽ എത്ര വ്യവസായശാലകളുണ്ട്? മലബാറിൽ എത്ര വ്യവസായശാലകളുണ്ട്? കേരളത്തിലെ സ്കൂളുകളുടെ ശോധനാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളുടെ ശോധനാവസ്ഥയെ കുറിച്ച് പഠിച്ചപ്പോ അവർക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ പ്രാഥമിക സൗകര്യങ്ങളില്ലാത്ത സ്കൂളുകൾ കാസർഗോഡ് ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ. മുസ്ലിം ലീഗ് കേരളം ഭരിച്ചിട്ടുണ്ടാക്കിയ നേട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പറയണം, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നിങ്ങൾ ഈ 2 പതിറ്റാണ്ടിനിടയിൽ നിങ്ങൾ നൽകിയ സംഭാവന എന്താ? നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് 5 മന്ത്രിമാരുണ്ട്, ഞങ്ങൾക്ക് 20 MLA-മാരുണ്ട്, ഞങ്ങൾ നിയമസഭയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചിട്ടല്ല, ഞങ്ങൾ അകത്ത് കയറിയതെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ നിലപാടാണ് ഞാൻ ചോദിച്ചത്. ഇതൊക്കെ പറയുമ്പോ മുസ്ലിം ലീഗിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതുവരെ സമുദായത്തെ ഇങ്ങനെ തഴുകി തലോടി പോവുകയായിരുന്നു നിങ്ങൾ. പക്ഷേ യഥാർത്ഥ വസ്തുത പുറത്തു വരാൻ വേണ്ടി തുടങ്ങി. അത് മാത്രമാണോ പ്രശ്നം? കുറെ കാലം 3411 വോട്ടിന്റെ കഥ പറഞ്ഞു നടക്കുകയായിരുന്നു CPM. ഇപ്പൊ വിവരം അറിയാൻ വേണ്ടി തുടങ്ങി. ഈ നിൽക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അറിയില്ല. എന്താണെന്നറിയോ? മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ എന്താ അവസ്ഥ? എന്താ ലീഗ്? ഇവിടുന്ന് തൊട്ടപ്പുറം കാസർഗോഡ് ജില്ലയുടെ അതിർത്തിയാണ് ഉള്ളാൾ. ആ ഉള്ളാളിൽ BJP 4ാം സ്ഥാനത്താ. STPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 3ാം സ്ഥാനത്ത്. അവിടെ മത്സരിച്ചപ്പോ പിന്നെയോ മൈസൂരിലെ നരസിംഹരാജ മണ്ഡലത്തിൽ STPI തോറ്റത് വെറും 7000 വോട്ടുകൾക്കാ മുസ്ലിം ലീഗുകാരാ. അവിടെ 2ാം സ്ഥാനത്താ. നിങ്ങൾ പറയുന്ന തീവ്രവാദികൾ മൈസൂർ കോർപ്പറേഷനിൽ 5 തീവ്രവാദികളുണ്ട്. മൈസൂർ കോർപ്പറേഷനിൽ പോയി നോക്കണോ മുസ്ലിം ലീഗുകാരാ? കണ്ണു തുറന്ന് പോയി നോക്ക്. 5 എണ്ണം. മംഗലാപുരം കോർപ്പറേഷനിൽ ഒരു തീവ്രവാദിയുണ്ട്. മംഗലാപുരം കോർപ്പറേഷനിൽ പരാജയപ്പെടുത്തിയത് ആരാന്നറിയോ? കോൺഗ്രസിന്റെ സിറ്റിംഗ് മേയർ ഗുൽസാർ ബാനുവിനെ 645 വോട്ടുകൾക്ക് തോൽപ്പിച്ചിട്ട ഒരു തീവ്രവാദി. മംഗലാപുരം കോർപ്പറേഷനിൽ, സുള്ളിയയിൽ, ഗുൽബർഗയിൽ, ഷിബോഗയിൽ, ഹുബ്ലിയിൽ പോയി നോക്കൂ. ഇനി പോരാ മുസ്ലിം ലീഗുകാരാ. നിങ്ങളൊരു കാര്യം പറയണം. കൊടക് ജില്ലയിൽ സോമാർപേട്ട എന്ന് പറയുന്ന ഒരു താലൂക്കുണ്ട്. ആ സോമാർപേട്ട താലൂക്ക് ഞാൻ മിനിഞ്ഞാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത്. ജോക്കറ്റ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. ഈ ജോക്കറ്റ എന്ന് പറയുന്ന പഞ്ചായത്ത് STPI എന്ന് പറയുന്ന ഈ തീവ്രവാദികളോട് മുസ്ലിം ലീഗുകാരാ ഭരിക്കുന്നത്. നിങ്ങളൊന്ന് പോയി നോക്ക്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മുസ്ലിം ലീഗിന് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ? നിങ്ങൾ കേട്ടോ? 5 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ട് നമ്മുടെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ലീഗുകാർ പ്രസംഗിക്കുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ? 1287. 5 മണ്ഡലങ്ങളിൽ യൂത്ത് ലീഗുകാരെ വീട്ടിൽ പോയിട്ട് കണക്കൂട്ടിക്കോ, ഇവിടുന്ന് കൂട്ടണ്ട. അപ്പൊ ഒരു മണ്ഡലത്തിൽ എത്ര കിട്ടിയിട്ടുണ്ടാവും? 5 മണ്ഡലത്തിൽ, കർണാടകയിലെ 5 മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മത്സരിച്ചിട്ട് കിട്ടിയ വോട്ടാ 1287. അപ്പൊ ഒരു മണ്ഡലത്തിൽ എത്രയാ ഉണ്ടാകുക? മൈസൂർ ജില്ലയിലെ നരസിംഹരാജ മണ്ഡലത്തിൽ STPIയുടെ സ്ഥാനാർത്ഥി അബ്ദുൽ മജീദ് കൊടലിപ്പേട്ട് നേടിയ വോട്ടെത്രയാണെന്നറിയോ നിങ്ങൾ? 29,698 വോട്ടാണ് നരസിംഹരാജ മണ്ഡലത്തിൽ അബ്ദുൽ മജീദ് കൊടലിപ്പേട്ട് നേടിയത്. തൊട്ടപ്പുറം ബാംഗ്ലൂരിൽ ചാമരാജ മണ്ഡലത്തിൽ 14,000 വോട്ടായി പാർട്ടി നേടിയത്. 5 മണ്ഡലങ്ങളിൽ STPI മത്സരിച്ച 5 മണ്ഡലങ്ങളിൽ BJP 3ാം സ്ഥാനത്താ. ഒരു മണ്ഡലത്തിൽ STPI 2ാം സ്ഥാനത്തും. അപ്പോ ഈ തൊട്ടപ്പുറത്തെ അയൽ സംസ്ഥാനങ്ങളിലെ വാർത്തകളൊക്കെ ഏതാണ്ട് ലീഗിന്റെ നേതാക്കന്മാർക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കിട്ടാത്തതാരാ? ഇങ്ങനെ KM ഷാജി വരുമ്പോ, കുഞ്ഞാലിക്കുട്ടി വരുമ്പോ കയ്യടിക്കാനായിട്ടൊരു വിഭാഗമുണ്ട്. കേസ് നടത്തുമോ? നടത്തില്ല. സാക്ഷി പറയോ? പറയില്ല. ഇനി ആകെ ചെയ്യുന്ന പണി എന്താ? സാക്ഷികളെ നാട് നടത്തുക. നിങ്ങൾ തലശ്ശേരിയിൽ ഫസലിനെ കൊന്നല്ലോ, CPM ഫസലിനെ കൊന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഫസലിനെ കൊന്നു. എന്നിട്ട് ഫസലിനെ കൊന്നിട്ട് ഫസലിന്റെ കൊലക്കുറ്റം അത് RSSന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തി. എന്നിട്ട് മുസ്ലിം ലീഗ് പറഞ്ഞു അന്നത്തെ ഫസലിന്റെ പ്രസ്ഥാനം NDF-ഉം CPM-ഉം തമ്മിൽ അവിഹിത ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇത് RSSന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടത്തുന്നത്. ഫസലിന്റെ ഭാര്യ മറിയം എന്താ ചെയ്തത്? ശുക്കൂറിന്റെ ഉമ്മ പോയതുപോലെ മന്ത്രിമന്ദിരത്തിന്റെ തിണ്ണ നിരങ്ങി ഇറങ്ങാൻ പോയോ?
പോയോ? ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറെ കാണാൻ പോയോ? പോയില്ലല്ലോ. നേരെ ഹൈക്കോടതി പോയി. എന്നിട്ട് ഒരു അരിച്ചു കൊടുത്തു, എന്റെ ഭർത്താവിന്റെ കേസ് CBI അന്വേഷിക്കണം. ഉടനെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. അന്വേഷണം നടത്തി. എന്നിട്ട് അറിയോ, കാരായി രാജനും കാരായി ചന്ദ്രശേഖരും കഴിഞ്ഞ ജൂൺ മാസം മുതൽ ജയിലില്ല. ഈ ജൂൺ മാസം വന്നാൽ സഖാക്കൾ കാരായി വാർഷികം ആഘോഷിക്കും തലശ്ശേരിയിൽ. തലശ്ശേരിയിലൊക്കെ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ ഒരു ബോർഡുണ്ട്. എന്താണെന്നറിയോ? കാരായിമാർ ഇറങ്ങിയാൽ കൊടുങ്കാറ്റാവുന്ന സഖാക്കളെ, അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി ലീഗിനോട്. കാരായിമാര് പുറത്തിറങ്ങിയാൽ ഒരു ടേബിൾ ഫാനിന്റെ കാറ്റ് പോലും കണ്ണൂർ ജില്ലയിൽ ഉണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് പറയണ്ട. എത്ര ദിവസം P ജയരാജൻ ജയിലിൽ കിടന്നത്? ഞങ്ങളുടെ മുത്താണ് പോയി ചുക്കൂർ. എന്നിട്ട് മുത്തിന്റെ കേസിൽ എത്ര ദിവസമാണോ P ജയരാജൻ ജയിലിൽ കിടന്നത്? എത്ര ദിവസം P രാജേഷ് ജയിലിൽ കിടന്നത്? നിങ്ങൾ ഈ വീരവാദം പറയുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കേസ് നടത്ത്, എന്നിട്ട് നിങ്ങൾ കാണിക്കെന്ത്? നിങ്ങൾ മുഹമ്മദ് അസറുദ്ദീന്റെ കേസ് എന്തേ വെറുതെ വിട്ടത്? നിങ്ങൾ സാക്ഷികൾ ഹാജരാക്കാഞ്ഞിട്ടല്ലേ? നിങ്ങൾ കേസ് നടത്താതിരുന്നത് കൊണ്ടല്ലേ? നിങ്ങൾ കേസ് നടത്തിയിരുന്നുവെങ്കിൽ മുഹമ്മദ് അസറുദ്ദീന്റെ ഘാതകരെ നിങ്ങൾ പോട്ടെ പ്രതികാരം ചെയ്യണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അത് മുഹമ്മദ് അസറുദ്ദീൻ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മക്കൊരു ആഗ്രഹമുണ്ടാകും. എന്താ ആഗ്രഹം എന്നറിയോ? എന്റെ മകന്റെ അടിവയറ്റിലേക്ക് കടാര കുത്തിയിറക്കിയവൻ, അവൻ ആരായാലും, RSS ആയാലും CPM ആയാലും, നിയമത്തിന്റെ നമ്മുടെ ജുഡീഷ്യറിയുടെ ഉരുക്കുമുഷ്ടിയിൽ അവർ അകപ്പെടുന്നത് കാണാൻ, നിയമത്തിന്റെ പിടിയിൽ അവർ അകപ്പെടുന്നത് കാണാൻ മുഹമ്മദ് അസറുദ്ദീന്റെ ഉമ്മക്ക് ആഗ്രഹമുണ്ടാകും. ഇരിട്ടിയിലെ സലാമിന്റെ മാതാവിന് ആഗ്രഹമുണ്ടാകും. പെരിങ്ങത്തൂരിലെ ഷമീറിന്റെ മാതാവിന് ആഗ്രഹമുണ്ടാകും. എടക്കാട് ഷാദിരിയുടെ മാതാവിന് ആഗ്രഹമുണ്ടാകും. കക്കാട് സിറാജിന്റെ മാതാവിന് ആഗ്രഹമുണ്ടാകും. തളിപ്പറമ്പിലെ ലത്തീഫിന്റെ മാതാവിന് ആഗ്രഹമുണ്ടാകും. ശുക്കൂറിന്റെ മാതാവിനും ആഗ്രഹമുണ്ടാകും. ഇപ്പൊ ആത്തിക്കയും കൊണ്ട് നടക്കുക. ശുക്കൂറിന്റെ മാതാവ് ആത്തിക്ക തിരുവനന്തപുരത്ത് പോയിട്ട് മന്ത്രിമന്ദിരങ്ങളിൽ കൊണ്ടു നടക്കുക. എന്റെ മകന് നീതി വേണം. എന്റെ 20 MLA-മാരുണ്ടായിട്ട് 5 മന്ത്രിമാരുണ്ടായിട്ട് എന്തേ ലീഗുകാരാ നിങ്ങൾക്ക് അബുവിന് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തത്? നിങ്ങൾക്ക് സാബറിന് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തത്? ഈ 2 സാക്ഷികൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ആളും പെണ്ണുമെത്ത നേതാവാ പറയുന്നത് ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് അപമാനകരമായ അസ്തിത്വമുണ്ടാക്കി കൊടുക്കുമെന്ന്. ആദ്യം നിങ്ങൾ 2 സാക്ഷികൾക്ക് സംരക്ഷണം കൊടുക്കും, എന്നിട്ട് കേസ് നടത്ത്. എന്നിട്ട് മതി സമുദായത്തിന് അഭിമാനകരമായ അസ്തിത്വം കൊടുക്കാൻ. സമുദായത്തിന് കുറെ തങ്ങന്മാരുണ്ടായതുകൊണ്ടൊന്നും ആയില്ലടോ മുസ്ലിം ലീഗ്. മതിയോ? കുറെ തങ്ങന്മാരുണ്ടായതുകൊണ്ട് തീർന്നോ? മുസ്ലിം സമുദായത്തിന് തീർന്നില്ല. മുസ്ലിം സമുദായത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ UAPA കാണിച്ചു ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ഭയപ്പെടുത്തണ്ട. ജൈവ് കാണിച്ചു ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ഭയപ്പെടുത്തണ്ട. കമ്മ്യൂണിസ്റ്റ് വർഗീയതയെ ഞങ്ങളുടെ സംഘിത ശ്വാസം അത് നിൽക്കുന്നതുവരെ ഞങ്ങൾ ചേർത്ത് കൽപ്പിക്കും. ഒരു സംശയവും മുസ്ലിംകാർക്ക് വേണ്ട. RSSന്റെ മുന്നിൽ അടിയറവ് വെക്കാനുള്ളതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങളുടെ പൊളിറ്റിക്സ്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കുറെ ഡയലോഗ് പറഞ്ഞത് കൊണ്ടായില്ല. കൃത്യമായിട്ട് പറയണം. എന്താണ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറയണം. പിന്നെ ഒരു കാര്യം മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു വിരൽ ഞങ്ങൾക്ക് നേരെ ചൂണ്ടുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളെ, 100 വിരലുകൾ നിങ്ങൾക്കെതിരെ ചൂണ്ടാനിരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാതെയാണ് നിങ്ങൾ കേരളത്തിൽ ഇപ്പോ ഡയലോഗ് പറഞ്ഞ് നടക്കുന്നത്. ഇത് നിങ്ങൾക്കെതിരെ ഇന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെയാണെങ്കിൽ, ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണെങ്കിൽ, ഇന്ന് മൗദനിക്കെതിരെയാണെങ്കിൽ, നാളെ അത് നിങ്ങൾക്കെതിരെയായിരിക്കും എന്ന ഒരു തിരിച്ചറിവാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കുണ്ടാവേണ്ടത്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറയുന്നിടത്തൊന്നല്ല കാര്യങ്ങളുള്ളത്. കൃത്യമായി മനസ്സിലാക്കണം. എന്റെ അബു നാടുവിടാൻ എന്താ കാരണം? സാബർ നാടുവിടാൻ എന്താ കാരണം? എന്റെ കാരണം ഈ കേസ് എവിടെ വരെ എത്തും? ശുക്കൂറിന്റെ മാതാവിന് ഒരാഗ്രഹമുണ്ടാവില്ലേ? എന്റെ മകന്റെ ഘാതകനെ 100 ആളുകൾ നോക്കി നോക്കുമ്പോഴാണ് തന്റെ മകന്റെ കഴുത്ത് CPMന്റെ വർഗീയവാദികൾ അറുത്തുമാറ്റിയത്. ആ മാതാവിന് എത്ര ആഗ്രഹമുണ്ടാവും? തന്റെ മകന്റെ ഘാതകർ അവർ ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിന്റെ മുന്നിൽ വന്ന് ചേരണമെന്ന് ആ മാതാവിന് ആഗ്രഹമുണ്ടാവില്ലേ? എന്ത് നിങ്ങൾ കേസ് നടത്താത്തത്? അപ്പൊ ഇവിടെ ഞങ്ങൾ വളരെ കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. അതാണ് ഞങ്ങൾക്കെതിരെ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, CPMനറിയാം, കോൺഗ്രസിനറിയാം, മുസ്ലിം ലീഗിനറിയാം, ഇത് മദനിയുടെ PDP അല്ല.
ഇത് സേട്ടു സാഹിബ് കുറെ ആളുകളെയും കൊണ്ട് വന്ന് ഒരു INL ഉണ്ടാക്കിയതുപോലുള്ള ഒരു പ്രസ്ഥാനമല്ല SDPI എന്ന് പറയുന്ന പ്രസ്ഥാനമെന്ന് ആർക്കറിയാം? അത് കോൺഗ്രസിനറിയാം, CPM-നറിയാം, മുസ്ലിം ലീഗുകാരെ. ഇതൊരു സുപ്രഭാതത്തിൽ അഖിലേന്ത്യാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാക്കിയ ഒരു സാധനമൊന്നല്ല. ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് എന്താണെന്നറിയോ? കേരളത്തിൽ ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് ഞങ്ങൾ ബ്രാഞ്ചാ. ഏത് പാർട്ടിക്ക് അങ്ങനെ പറയാൻ സാധിക്കാം? ആദ്യം ഉണ്ടാക്കിയത് ബ്രാഞ്ചാ. എന്നിട്ടേ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ, എന്നിട്ടേ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ, എന്നിട്ടേ ഞങ്ങൾ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ, എന്നിട്ടേ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയും അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് ഈ INL ഞങ്ങൾ ഇല്ലാതാക്കിയതുപോലെ, PDP ഞങ്ങൾ ഇല്ലാതാക്കിയതുപോലെ 21 ചെറുപ്പക്കാരെ ജയിലിൽ കടത്തിയിട്ട് ഈ പാർട്ടി ഇല്ലാതാക്കണമെന്ന് നിങ്ങൾ തോന്നണ്ട. നിങ്ങളറിയോ, ഫഹദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് മുസ്ലിം ലീഗുകാർ പോയി. എന്നിട്ട് പറഞ്ഞു, ഭയങ്കര പ്രശ്നമായില്ലേ, നിങ്ങളെ മോന് ഇനി പുറത്തിറങ്ങുക, എന്താ അവസ്ഥ അല്ലേ, ഇനി എപ്പോഴാ പുറത്തിറങ്ങുക? ഈ പിതാവ് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ മുസ്ലിം ലീഗുകാരെ? ഈ വീട്ടിലേക്ക് വന്ന തന്റെ മകന്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ വന്ന മുസ്ലിം ലീഗുകാരനോട് ഈ പിതാവ് ചില ചോദ്യങ്ങൾ ചോദിച്ചു. താങ്കളുടെ മകൻ സുബഹി നമസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു മുസ്ലിം ലീഗുകാരനോട്. അപ്പൊ പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നുമില്ല, ഉറക്ക് തെളിയുമ്പോ ഒക്കെ നിസ്കരിക്കൂ. അതെയോ? താങ്കളുടെ മകൻ ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൃത്യമായി പങ്കെടുക്കാറുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഫഹദിന്റെ പിതാവിന്റെ ചോദ്യ. അപ്പൊ പറഞ്ഞു, ഇല്ല, സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ പള്ളി കാണാം. തീർന്നു. മൂന്നാമത്തെ ചോദ്യം, താങ്കളുടെ മകൻ സുന്നത്ത് നോമ്പ് നോൽക്കാറുണ്ടോ? സുന്നത്തൊന്നും ആ പരിപാടി ഒന്നും ഒഴിക്കില്ല, സുന്നത്ത് നോമ്പൊന്നും നോക്കാറില്ല, റമദാനിൽ എങ്ങനെയെങ്കിലുമൊക്കെ നോമ്പ് നോക്കും. താങ്കളുടെ മകൻ തഹജ്ജുദ് നമസ്കരിക്കാറുണ്ട്? അടുത്ത ചോദ്യം. അപ്പൊ പറഞ്ഞു, അതെന്താ സാധനം എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സാധനമുണ്ട്, തഹജ്ജുദ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോ ഈ പിതാവ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എന്നാൽ ഇതൊക്കെ എന്റെ മകൻ ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് പോവാം. ഫഹദിന്റെ പിതാവ് മുസ്ലിം ലീഗുകാരാ. ഫഹദിന്റെ പിതാവ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് കൊടുത്ത മറുപടിയായിരുന്നു, എന്റെ മകൻ സുന്നത്ത് നോമ്പ് നോക്കാറുണ്ട്, എന്റെ മകൻ പള്ളിയിൽ പോകാറുണ്ട്, എന്റെ മകൻ സുബഹി നമസ്കരിക്കാറുണ്ട്, എന്റെ മകൻ തഹജ്ജുദ് നമസ്കരിക്കാറുണ്ട്, എന്റെ മകൻ അവൻ ബിസിനസ് നടത്തുന്നുണ്ട്, എന്റെ മകൻ കൃത്യമായി മാതാപിതാക്കളെ നോക്കുന്നുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോകാം. ഇവിടെ ഇന്ത്യയുടെ കോടതിയല്ല എന്റെ ഏറ്റവും വലിയ കോടതി, എന്റെ കോടതി പടച്ച തമ്പുരാന്റെ കോടതിയാണ്. വിധികര ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന് നാളെ പറഞ്ഞു വരുന്ന ഒരു ഗതികാട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കുണ്ടായില്ലേ? ഇപ്പൊ എന്താ ഓഫർ എന്നറിയാം? കുട്ടികളോട് കോടിക്കണക്കിന് രൂപ പോപ്പുലർ ഫണ്ടിന് ഫണ്ട് വരുന്നുണ്ട് പോലും, വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ. എന്താ പോപ്പുലർ ഫണ്ടുകാർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ പാടില്ലേ? പോപ്പുലർ ഫണ്ടുകാർക്ക് പണം വരാൻ പാടില്ലേ? പോപ്പുലർ ഫണ്ടുകാർക്ക് നല്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ലേ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിനോടനുബന്ധിച്ച് ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവ് പ്രസംഗിക്കുന്നത് കേട്ടു. എന്താണെന്നറിയോ? 3 ക്ലാസ്സിൽ പോയാൽ ഗാലക്സിയുടെ S1, 4 ക്ലാസ്സിൽ പോയാൽ S2, 10 ക്ലാസ്സിൽ പോയാൽ പൾസർ ബൈക്ക്, പുതിയ പൾസർ ബൈക്ക് 180, 220 അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്, പുതിയ പൾസർ ബൈക്ക്. സാംസങ്ങോ മൊബൈലൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാർ മുസ്ലിംകാർ ഇപ്പൊ ആരായില്ല? ഈ പടന്നയിലെ ചെറുപ്പക്കാരുടെ കയ്യിലൊന്നും സാംസങ് മൊബൈലില്ലേ? അവർ 1, 2, 3 ക്ലാസ്സിന് പോയിട്ട് കിട്ടിയത് അവർക്ക്. പിന്നെ ഫണ്ട് വരുന്നത് കോടിക്കണക്കിന് രൂപ ഫണ്ട് വരുന്നത് നിങ്ങൾ അന്വേഷിക്കണോ? തിരുവഞ്ചൂർ നിങ്ങളുടെ കയ്യിലില്ലേ? ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങളല്ലേ ഭരിക്കുന്നത് കേരളം? നിങ്ങൾ അന്വേഷിക്കൂ. എന്നിട്ട് അതിന്റെ ഉറവിടം പണ്ട് 365 കോടി രൂപയുടെ ഹവാല അത് പറഞ്ഞു നടന്നല്ലോ കുറെ കാലം. ആ അന്വേഷണം എവിടെ എത്തി? ആ അന്വേഷണം അവസാനം RSSലേക്ക് എത്തിയപ്പോ RSSകാരനുമായി ബന്ധപ്പെട്ടാണ് ഈ ഹവാല ഇടപാട് കേരളത്തിൽ നടന്നത് എന്ന് അന്വേഷണം അവിടെ എത്തിയപ്പോ അവിടെ നിർത്തി. അപ്പൊ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നു കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് പോപ്പുലർ ഫണ്ടുകാർ അല്ലെങ്കിൽ SDPIക്കാർ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തുന്നു എന്ന് നിങ്ങൾ പറയുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അന്വേഷണം നടത്ത്, എന്നിട്ട് വസ്തുതകൾ പുറത്തു കൊണ്ടുവരട്ടെ, എന്നിട്ട് നിങ്ങൾ ആളുകളോടത് പറയണം, നിങ്ങൾ ആളുകളോടത് വിശദീകരിക്കണം. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിന്റെ പ്രശ്നം? എന്താ ഇതിന്റെ പ്രശ്നം? SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൃത്യമായി ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു.
ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പോ ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ പാടില്ല. ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുമ്പോ സിപിഎമ്മും മുസ്ലിം ലീഗും കോൺഗ്രസിനുമൊക്കെ ഒരൊറ്റ മനസ്സ്, ഒരു ശരീരം, ഒരൊറ്റ അജണ്ട. ഈ അജണ്ടയുമായിട്ടാണ് ഇപ്പൊ കേരളത്തിൽ പോകുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്താ പറഞ്ഞതെന്നറിയോ? തിരുവഞ്ചൂർ പറഞ്ഞത് പത്രക്കാർ നിർത്തിയാലല്ലേ ഞങ്ങൾക്കിത് അവസാനിപ്പിക്കാൻ പറ്റുമെന്നാ. പത്രക്കാർ എഴുതുമ്പോ എന്താ ചെയ്യാന്നാ അയാൾക്കും അറിയാം. കിട്ടിയ സാധനമൊന്നും വലിയ സാധനമൊന്നല്ലാന്ന് ആർക്കറിയാം? തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അറിയാം. പക്ഷെ എന്താ പ്രശ്നം? ഇത് മാധ്യമങ്ങൾ നിർത്തണ്ടേ എന്നാ. അപ്പൊ മാധ്യമങ്ങൾ ഒരു ഭാഗത്ത് ഈ പ്രസ്ഥാനത്തെ വേട്ടയാടുന്നു, മറുഭാഗത്ത് പോലീസ് വേട്ടയാടുന്നു, ഒരു ഭാഗത്ത് ഭരണകൂട ഭീകരത വേട്ടയാടുന്നു. പക്ഷെ ഞങ്ങൾ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോവാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളിപ്പോ 21 ചെറുപ്പക്കാർ ജയിലിൽ കിടക്കുമ്പോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പണി എന്താ? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമുദായത്തെ പഠിപ്പിക്കുക. ഇതാണ് UAPA. മുസ്ലിം ലീഗുകാർ ചോദിച്ചത് ഇതെന്താ ഊവപ്പാന്ന. മനസ്സിലാണ്ടേ സാധനം എന്താണ്? മുസ്ലിം ചെറുപ്പക്കാർ ആയിരക്കണക്കിന് വരുന്ന മുസ്ലിം ചെറുപ്പക്കാർ ജയിലിൽ കിടക്കുന്നത് ലീഗുകാരാ ഈ ഊവപ്പ എന്ന് പറയുന്ന നിയമത്തിലാ. ഇതെങ്കിലും അറിയണ്ടേ നിങ്ങൾ? ഇതേതാ പുതിയ പാർട്ടി എന്നാ ചോദ്യം. പോപ്പുലർ ഫ്രണ്ടുകാർ അടുത്ത പാർട്ടി ഉണ്ടാക്കിയോന്നാ. ഇതറിയണ്ടേ? സമുദായത്തെ പഠിപ്പിക്കുകയാണ്. എന്താണ് UAPA? ഈ നിയമത്തിന്റെ അവസ്ഥ എന്താണ്? എന്താണ് ഈ കരി നിയമം മൂലം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് പ്രത്യേക സമുദായത്തെ മാത്രമാണ് വേട്ടയാടുന്നത്. ഈ രാജ്യത്തെ ദളിതുകളെയും ആദിവാസികളെയും പിന്നാക്ക ജനവിഭാഗങ്ങളെയും വേട്ടയാടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഇത് എന്ന് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ നിയമത്തെക്കുറിച്ച് കേരളീയ സമൂഹ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക CPI. അതുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വൈകിയാണെങ്കിലും അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിച്ചു. അദ്ദേഹം ഇന്നലെയും ഇന്നുമൊക്കെയായി അദ്ദേഹം നടത്തിയ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞു UAPA വളരെ ദുരൂഹമായ ഒരു നിയമമാണ്. ഇത് പ്രത്യേക സമുദായത്തിനെതിരെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ നിയമത്തെക്കുറിച്ച് പഠിക്കണം. ഈ നിയമം പഠിച്ചിട്ട് മാത്രമേ ഈ നിയമം പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നാരാ പറയുന്നത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ദിവസങ്ങൾക്ക് മുമ്പ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ജിദ്ദയിൽ പോയപ്പോ അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു. UAPA എന്ന് പറയുന്ന നിയമം അത് മുസ്ലിംകൾക്ക് നേരെ മാത്രമാണ് പ്രയോഗിക്കുന്നത്, മറ്റാർക്കു നേരെയും ആ നിയമം പ്രയോഗിക്കുന്നില്ല. അതെങ്ങനെയാണല്ലോ ടാഡ മുസ്ലിങ്ങൾക്ക് നേരെ, പോട്ട മുസ്ലിങ്ങൾക്ക് നേരെ, അതുപോലെ തന്നെ അസ്പ മുസ്ലിങ്ങൾക്ക് നേരെ, എന്തൊക്കെ കരിനിയമങ്ങൾ ഈ രാജ്യത്തുണ്ടോ ആ നിയമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് നേരെ. ഇതൊന്നും പറയുന്നില്ല. എന്നിട്ട് ഇങ്ങനെ മതേതരത്വം തെളിയിക്കാൻ വേണ്ടി എന്തൊക്കെയോ പ്രസംഗിച്ച് നടക്കുക. എന്തൊക്കെയോ പ്രസംഗിച്ച് ഞങ്ങൾക്ക് CPM-മായി ബന്ധമുണ്ട് എന്നാണ് നേതാവ് പ്രസംഗിക്കുന്നത്. CPM-മായി ബന്ധം അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടായി പോലും. എന്താ ഉണ്ടായത്? അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ വന്നല്ലോ CPM-കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന്. എന്താ പറഞ്ഞത്? പിണറായി വിജയനോട് അല്ലെങ്കിൽ പ്രകാശ് മാഷിനോട് നീ പോയിട്ട് നിന്റെ പണിയുണ്ടാ നോക്കുന്ന ഞങ്ങൾ പറഞ്ഞത്. പണവും കൊണ്ട് ഈ പ്രസ്ഥാനത്തെ വിലക്കെടുക്കാൻ വരുമ്പോടാ നിന്റെ പണി നോക്കുന്ന ഞങ്ങൾ പറഞ്ഞത്. അറിയോ മുസ്ലിം ലീഗ്? നിങ്ങൾ കണ്ടുപഠിക്ക്. കാരായി മാറിപ്പോ ജയിലില്ല. കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ ജൂൺ വന്നാൽ ജയിലില്ല. എന്താ കാരണം? ഫസലിന്റെ പ്രസ്ഥാനം നടത്തിയ നിയമ പോരാട്ടം. ഫസലിന്റെ ഭാര്യ മറിയൂ, ഫസലിന്റെ സഹോദരി റംലത്ത് ഒരു മന്ത്രിമന്ദിരവും കയറിയിറങ്ങിയിട്ടില്ല. ഒരു ഓഫീസറുടെ കാല് പിടിക്കാനും ഫസലിന്റെ ഭാര്യ മറിയു പോയിട്ടില്ല. ഫസലിന്റെ ഭാര്യ മറിയൂ നിയമ പോരാട്ടം നടത്തിയത് ഫസലിന്റെ പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടുകൂടിയ മുസ്ലിം ലീഗ്. ഞങ്ങൾക്ക് ലീഗുകാരോട് പറയാനുള്ളതെന്നറിയോ? നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ആ ഫസലിന്റെ ഭാര്യ മറിയമിന്റെയും റംലത്തിന്റെയും ഒക്കെ നട്ടലിന്റെ ഫോട്ടോസ്റ്റാറ്റിന്റെ കോപ്പി ഓരോന്ന് എടുത്തുകൊണ്ട് വന്ന് ഈ ഷാജിയുടെ ഒക്കെ നെഞ്ച തൊട്ടിച്ചു കൊടുക്കും അടുപ്പുറത്ത്. നന്നാവട്ടെ, നട്ടലിലൊന്ന് നിവർന്നു നിൽക്കട്ടെ. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഇവിടെ കൃത്യമായി മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ പാർട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന്. ഞങ്ങൾ വലിയ സമരങ്ങൾ എന്തെങ്കിലും ഏറ്റെടുക്കുമ്പോ ഉടനെ ഞങ്ങൾക്കെതിരെ ആരോപണങ്ങളുമായിട്ട് വരും. ഈ അടുത്ത കാലത്ത് SDPI ഏറ്റെടുത്ത ഒരു സമരമാണ് രണ്ടാം ഭൂസമരം. എന്തിനാ ഞങ്ങൾ ഭൂസമരം ഏറ്റെടുത്തത്? കേരളത്തിലെ ഭൂമിയുടെ കണക്ക് കൃത്യമായി ഞങ്ങൾ അവതരിപ്പിച്ചു. CPM സമരം നടത്തി. എത്ര ദിവസം സഖാക്കൾ സമരം നടത്തിയത്? 6 ദിവസം. 7ാമത്തെ ദിവസം CPM-ന്റെ സമരം അവസാനിക്കുന്നു. ഇപ്പോ കുറച്ച് ദിവസങ്ങളിലായി സർക്കാർ ഓഫീസുകൾ സ്തംഭിച്ചുകൊണ്ടുള്ള ഒരു സമരം നടത്തുക. നമ്മുടെ ജോൺ പെരുവന്താനം പറഞ്ഞ പോലുള്ള സമരം. എന്താ ജോൺ പെരുവന്താനം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് CPM-ന്റെ സമരം നമ്മുടെ പ്രഷർ കുക്കറിൽ ഇറച്ചിയിട്ടതുപോലെയാണ്. പ്രഷർ കുക്കറിൽ ഇറച്ചിയിട്ടാല് നമുക്ക് തോന്നും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കൂടി പൊട്ടിത്തെറിക്കും. കുറച്ചും കൂടി കഴിയുമ്പോൾ ഷൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഒച്ച കേൾക്കാം.
അതാണിപ്പോ സഖാക്കളുടെ സമരം. ഏതെങ്കിലും ഒരു സമരം, ഈ അടുത്ത കാലത്ത് CPM നടത്തിയ ഏതെങ്കിലും ഒരു സമരം വിജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെന്താ പ്രശ്നം? TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് CPM-നകത്തുണ്ടായ പ്രശ്നം, ആയിരക്കണക്കിന് ആളുകളാ പാർട്ടി വിട്ടത് കണ്ണൂർ ജില്ലയിൽ. ആയിരക്കണക്കിന് ഓരോ ബ്രാഞ്ച് കമ്മിറ്റിയും ഇല്ലാതാവുന്ന മരവിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങളെത്തി നിൽക്കുന്നത്. CPM-ന്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ഒഞ്ചിയത്ത് നടന്ന പരിപാടിയിൽ പതിനായിരങ്ങളാണ് അണിനിരുന്നത്. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM മനസ്സിലാക്കുന്ന പ്രത്യയശാസ്ത്ര പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. അപ്പം ഏറ്റെടുക്കാൻ വിഷയങ്ങളില്ല. പിന്നെ ആരാ നാറാത്ത സംഭവത്തെക്കുറിച്ച് പറയുന്നത്? പാവം, ഒരാളെയും കൊല്ലാത്ത, ഒരിക്കലും ബോംബുണ്ടാക്കാത്ത, ഒരാളെയും ഉപദ്രവിക്കാത്ത ഗാന്ധിയന്മാരാണല്ലോ സഖാക്കളല്ലേ? അവരാണ് നാറാത്ത ബോംബിനെ കുറിച്ച് പറയുന്നത്. അവരാണ് നാറാത്ത വാളിനെ കുറിച്ച് പറയുന്നത്. ഒന്നും ചെയ്യാത്ത പാർട്ടിയാണല്ലോ കേരളത്തിൽ. CPM-ന്റെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യും. തിരുവഞ്ചൂരിന്റെ പോലീസ് CPM-ന്റെ ഓഫീസുകൾ നിങ്ങൾ റെയ്ഡ് ചെയ്തു. മുസ്ലിം ലീഗിന്റെ തീരുമാനപ്രകാരം STFയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തല്ലോ. കണ്ണൂർ ജില്ലയിൽ, വയനാട് ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിലൊക്കെ എത്ര ദിവസം റെയ്ഡ് ചെയ്തു മുസ്ലിം ലീഗ്? ഞങ്ങൾ ചോദിക്കട്ടെ, കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാരുടെ പോലീസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ പാർട്ടിയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ റെയ്ഡ് ചെയ്തു. എന്തെങ്കിലും ഒരു കറിക്കത്തി കിട്ടിയോ? ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരു കറിക്കത്തി കിട്ടിയെന്ന് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ഈ കിട്ടിയ സാധനങ്ങൾ നിങ്ങൾ പറയും, CD കിട്ടി, ലഘുലേഖ കിട്ടി, പുസ്തകം കിട്ടി എന്നൊക്കെ നിങ്ങൾ പറയും. ഞങ്ങൾ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ ജനങ്ങൾക്ക് കാണിക്കൂ. തെരുവിൽ വെച്ച് പ്രദർശിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുത്ത ലഘുലേഖ എന്താണെന്ന് ജനങ്ങൾ കാണട്ടെ. ഞങ്ങൾ കൊടുത്ത CD എന്താണെന്ന് ജനങ്ങൾ കാണട്ടെ. ഞങ്ങൾ കൊടുത്ത പുസ്തകങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തകന്മാർ വായിക്കുന്ന പുസ്തകങ്ങൾ എന്താണെന്ന് ജനങ്ങൾ കാണട്ടെ. നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇറങ്ങും. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ തീവ്രവാദവും ഭീകരവാദവും എന്നും പറഞ്ഞ് എല്ലാ കാലത്തും മുന്നോട്ട് പോകാമെന്ന് മുസ്ലിം ലീഗ് കരുതേണ്ടതില്ല. ലീഗ് എന്താണ് തീവ്രവാദമെന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. എന്താണ് ഭീകരവാദമെന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഇന്ത്യയിൽ നിങ്ങൾ പറയുന്ന തീവ്രവാദം അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചാലും അത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ തീവ്രവാദം? RSS-നെതിരെ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. CPM-ന്റെ മുന്നിൽ ഞങ്ങൾ നെഞ്ചു പിരിച്ചു നിൽക്കും. അതാണ് ഞങ്ങൾ ചെയ്യുന്ന തീവ്രവാദമെങ്കിൽ, അതാണ് ഞങ്ങൾ ചെയ്യുന്ന ഭീകരതയെങ്കിൽ, ആ ഭീകരത ഒരു തിരുവഞ്ചൂരിന്റെ പോലീസിനും തടയാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ആ തീവ്രവാദവും ഭീകരവാദവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, മൂവാറ്റുപുഴ സംഭവം കഴിഞ്ഞപ്പോ നിങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല. മുസ്ലിം ലീഗുകാരാ, ഞങ്ങൾ ചോദിക്കട്ടെ, മൂവാറ്റുപുഴ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എത്ര ആളുകളാ ജയിലിൽ കഴിയുന്നത്? 3 ആളുകളാ. 55 ആളുകൾ പ്രതിയായ കേസിൽ ഇനി ബാക്കിയുള്ളത് 3 ആളുകളാ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവരെയും ഞങ്ങൾ മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ പുറത്തിറക്കും. നിയമ പോരാട്ടം നടത്താനൊന്നും ഈ പാർട്ടിയെ നിങ്ങൾ പഠിപ്പിക്കേണ്ട. അത്യാവശ്യം വല്ല വിവരവുമാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കും, ഞങ്ങൾ പറഞ്ഞുതരാം. ചുക്കൂറിന്റെ കേസ് എങ്ങനെ നടത്തണം, മുഹമ്മദ് അസ്വറുദ്ദീന്റെ കേസ് എങ്ങനെ അപ്പീലിൽ പോകണം, അപ്പീലിൽ എങ്ങനെയാണ് പോവുക, സാക്ഷികളെ എങ്ങനെയാണ് ഹാജരാക്കുന്നത്, സാക്ഷികൾക്ക് എങ്ങനെയാണ് സംരക്ഷണം കൊടുക്കുന്നത്, ഞങ്ങൾ പറഞ്ഞുതരാം. പ്രസംഗിച്ചിട്ടല്ല, പ്രവർത്തിച്ചിട്ട് ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്ന്. അപ്പോ ഒന്നും പറയാനില്ല, സമുദായത്തിന് മുന്നിൽ ഒന്നും വെക്കാനില്ല. പിന്നെ പറയുന്നത് നല്ല ഭരണമാണെന്നാ. ഭയങ്കര ഭരണ, മുസ്ലിംകാരെ തൊലിക്കട്ടി, ആനയുടെ തൊലിക്കട്ടി വേണം ഇത് പറയാൻ. കേരളത്തിലെ ഭരണം ഭയങ്കര ഭരണമാണ് പോലും കേരളത്തിൽ നടക്കുന്നത്. എന്ത് ഭരണമാണോ കേരളത്തിൽ നടക്കുന്നത്? എന്താ കേരളത്തിന്റെ അവസ്ഥ? ഇപ്രാവശ്യം പാവപ്പെട്ട ഹിന്ദു സഹോദരന്മാർക്ക് വിഷു ആഘോഷിക്കാൻ റേഷൻ കടയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഒരു ഭാഗത്ത് പട്ടിണി, ഒരു ഭാഗത്ത് ദാരിദ്ര്യം, രൂക്ഷമായ വിലക്കയറ്റം, രൂക്ഷമായ തൊഴിലില്ലായ്മ, ഇതൊക്കെ ഒരു ഭാഗത്ത്. അപ്പോഴാണ് പറയുന്നത് ഭയങ്കര ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന. ലീഗുകാരെ ഞങ്ങൾ ചോദിക്കട്ടെ, എന്താ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം, ലാഭത്തിലോടുന്ന ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കോ? കയർ ബോർഡാണോ ലാഭത്തിലോടുന്നത്? കശുവണ്ടി ബോർഡാണോ? റബ്ബർ ബോർഡാണോ? KCB ആണോ? KSRTC ആണോ? ഒരൊറ്റ സ്ഥാപനം മാത്രമേ ലാഭത്തിലോടുന്നുള്ളൂ. ലീഗുകാർക്കും ഭയങ്കര സന്തോഷ. നമ്മുടെ മോഹൻലാൽ പറഞ്ഞ ഒരേ ഒരു വികാരം, 1000 സംസ്കാരം, ബിവറേജ് കോർപ്പറേഷൻ, അത് മാത്രം ലാഭത്തിലോടുന്നത്. KSRTC ലാഭത്തിലാണ്. ഒരു മന്ത്രി പറയുന്നത് ഇത് പൂട്ടണം, വായി തുറന്നാ പറയും ഇത് പൂട്ടണം, പൂട്ടിക്കണം, അല്ലെങ്കിൽ ഞാൻ പൂട്ടിക്കും, അല്ലെങ്കിൽ ഇത് പൂട്ടിക്കോളും.
ആരാ പറയുന്നത്? ഒരു മന്ത്രി. ഈ മന്ത്രി തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നു, എന്താ പറയുന്നത്? മന്ത്രിയാവാൻ വലിയ വിവരത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. മഞ്ഞളാംകുഴി അരിയും അതുപോലെ തന്നെ ആര്യാട മമ്മദൊക്കെ മന്ത്രിയായപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി മന്ത്രിയാവാൻ വലിയ വിവരത്തിന്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴാ ഇപ്പൊ കറണ്ട്? രാവിലെയാണോ കട്ട്? യഥാർത്ഥത്തിലുള്ള കട്ടപ്പ നിങ്ങൾ പറ. രാവിലെ 1 മണിക്കൂർ, ഉച്ചക്ക് 1 മണിക്കൂർ, വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ, രാത്രി പിന്നെ 7 മണി മുതൽ 8 മണി വരെ. എപ്പോഴാണ് മുസ്ലിംകാരെ യഥാർത്ഥത്തിൽ കറണ്ട് എവിടെ പോയി? എന്തേ കറണ്ട് ഇല്ലാത്തത്? കറണ്ടിന് എന്താ സംഭവിച്ചത്? എന്ത് KSRTCക്ക് എന്താ സംഭവിച്ചത്? KSRTCക്ക് എന്താ സംഭവിച്ചു? KSRTC പൂട്ടണം. എന്നാലേ നമ്മുടെ ആര്യാട മുഹമ്മദിന്റെ പോക്കറ്റിലേക്ക്, സ്വകാര്യ ബസ് മുതലാളിമാരുടെ പണം ആര്യാട മുഹമ്മദിന്റെ പോക്കറ്റിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വകാര്യ ബസ് മുതലാളിമാരെ പ്രീതിപ്പെടുത്തണം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ബസ് പൂട്ടണം. KSRTC എന്ന് പറയുന്നത് അത് സാധാരണക്കാരന്റെ വാഹനമാണ്, അത് പൂട്ടണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. മറുഭാഗത്ത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നം, രൂക്ഷമായ കേരളത്തിലെ ജനങ്ങൾ ചില പ്രദേശങ്ങളിൽ, ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ പോയപ്പോ അവിടെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുക. എന്തിനാണെന്നറിയോ? വെള്ളത്തിന് വേണ്ടി. അവിടെ ഒരു വലിയൊരു ബോർഡ്, ഒരാൾക്ക് 10 ലിറ്റർ വെള്ളം മാത്രം, ഒരു ദിവസം 10 ലിറ്റർ വെള്ളം. അതിനെന്ത് വേണം? അതിന്റെ പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത് ക്യാന് വേണം, വെള്ള നിറത്തിലുള്ള ക്യാന്. ഈ വെള്ള നിറത്തിലുള്ള ക്യാനുമായി 10 ലിറ്ററിന്റെ ക്യാനുമായി ലൈന് നിന്നാൽ മാത്രം 10 ലിറ്റർ വെള്ളം ഒരു 5 അംഗ കുടുംബത്തിന്. എങ്ങനെയാണ് ഈ 10 ലിറ്റർ വെള്ളം തികയാൻ വേണ്ടി പോകുന്നത്? കുടിവെള്ളമാണിത്. കേരളത്തിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം, അത് പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് ഈ കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പോവുക. പിന്നെ ഒന്ന് നമ്മൾ വിചാരിച്ചു, എമർജിംഗ് കേരള ആകാശത്തു നിന്ന് നേരെ വീഴുകയാണല്ലോ. കുഞ്ഞാലിക്കുട്ടിയുടെ എമർജിംഗ് കേരള, കേരളത്തിൽ ജനങ്ങളൊക്കെ രക്ഷപ്പെട്ടു. എമർജിംഗ് കേരള ഓടിയ വഴിയിൽ ഈ സമയം വരെ പുല്ലുവരെ മുളച്ചിട്ടില്ല കേരളത്തിൽ. അപ്പൊ ഇതൊന്നും ചർച്ച ചെയ്യാതെ നാറാത്ത്, പൊട്ടം വാള്, നൂലുണ്ട, ഡമ്മി, മൊബൈൽ ഫോണ്, ഇറാന്റെ പാസ്പോർട്ട്, അവസാനം പവനായി ശവമായി എന്ന കോലത്തിലാവും. ഞങ്ങൾക്കറിയാതൊക്കെ. ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളെ എല്ലാ കാലത്തും ഇങ്ങനെ വിഡ്ഢികളാക്കി മുന്നോട്ട് പോവാം എന്ന് ലീഗ് കരുതണ്ട. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടെററിസം ഹാസ് നോ റിലീജിയൻ. എന്താണ് ടെററിസം? മുസ്ലിം ലീഗുകാരെ നിങ്ങൾ വിശദീകരിക്കൂ. അവകാശങ്ങൾ ചോദിക്കുന്നതാണോ ടെററിസം? മുസ്ലിം സമുദായത്തോട് നട്ടലിൽ നിവർന്നു നിൽക്കണമെന്ന് പറയുന്നതാണോ ടെററിസം? RSSന്റെ ട്രൗസർ കാണുമ്പോ പേടിക്കണ്ട എന്ന് പറയുന്നതാണോ ടെററിസം? മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതാണോ ടെററിസം? പെരുന്നയിലെ നായരുടെ മുഖത്ത് നോക്കി നായരെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമെന്ന് പറയുന്നതാണോ ടെററിസം? വെള്ളാപ്പള്ളി നരേശനാണ് നിന്റെ പടി നോക്കി എന്ന് പറയുന്നതാണോ ടെററിസം? എന്താണ് ടെററിസം? നിങ്ങൾ പറയണം. ഇതൊക്കെയാണ് ടെററിസമെങ്കിൽ മുസ്ലിം ലീഗുകാരാ ഒരു തങ്ങമാര് വിചാരിച്ചാലും ഈ ടെററിസം കേരളത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതണ്ട. കൂടുതൽ ശക്തിയോടുകൂടി, കൂടുതൽ കരുത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇനി ഒരു ശുക്കൂറിന്റെ മാതാവും ഇവിടെ കരയരുത്. ഒരു അസറത്തിയുടെ ഉമ്മയുടെയും കണ്ണുനീര് വീഴാൻ വേണ്ടി പാടില്ല. ഒരു ലത്തീഫിന്റെയും മാതാവ് കരയരുത്. ഒരു സിറാജിന്റെയും ഉമ്മ കരയരുത്. ഒരു ഫസലിന്റെ ഭാര്യ പറയുവും ഇനി നിയമത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കരുത്. ഇതിനാണ് നിങ്ങൾ ടെററിസം എന്ന് പറയുന്നതെങ്കിൽ ഇത് ഞങ്ങൾ ആവർത്തിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം ഞങ്ങൾ കുറെ ആളുകൾ ഭൗതിക സുഖത്തിന് വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയൊന്നല്ല ഇത്. എസ്റ്റേറ്റ് വാങ്ങാനും ബംഗ്ലാവ് ഉണ്ടാക്കാനൊന്നും ഉണ്ടാക്കിയ പാർട്ടിയൊന്നല്ല ഇത്. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുത്തുന്നത്? ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാ പറയുന്നത്, ചോദിക്കുന്നത്. ഉത്തരവാദിത്വം ഏതെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിക്കും മുസ്ലിം ലീഗുകാരാ. ഞങ്ങളുടെ നേതാവിന് നിങ്ങൾ പറയുന്നു കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തുന്നവരാണ് ഇവരെന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരെ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ ഈ അബൂബക്കറിനെ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരുന്നു. ഞങ്ങൾ സയ്യിദിനെ, ഞങ്ങളുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് EM അബ്ദുറഹ്മാനെ, നസ്രുദ്ദീൻ അളമരത്തെ, അബ്ദുൽ ഹമീദ് മാസ്റ്ററെ, കരമന അഷ്റഫ് മൗലവിയെ, ഇപ്പോഴത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് കരമന അഷ്റഫ് മൗലവിയെ, മുസ്ലിം ലീഗുകാരാ നിന്റെ മുന്നിലേക്ക് ഇട്ടുതരിക. ഞങ്ങൾ പഠിക്കുന്നു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്താണെന്ന്, എന്താണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് എന്ന് നിങ്ങൾ പഠിക്കൂ. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ നിങ്ങൾ പഠിക്കൂ. നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ നിങ്ങൾ പഠിക്കൂ. എന്നിട്ട് നിങ്ങൾ പറയും. വെറുതെ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുക, സമുദായത്തിനെതിരെ സംസാരിക്കുക. ഞങ്ങൾക്കറിയാം മുസ്ലിം ലീഗ്
നിങ്ങൾ ചോദിക്കുന്നില്ലേ എന്താ ഞങ്ങൾ ഉണ്ടാക്കിയത് എന്ന്? ഞങ്ങൾ പറയാം എന്താണ് ഞങ്ങൾ ഉണ്ടാക്കിയത് എന്ന്. 1980-90 കാലഘട്ടം അറിയോ നിങ്ങൾക്ക്? ബാബരി മസ്ജിദ് തകർക്കപ്പെടുമെന്ന ഘട്ടം. RSS രാജ്യത്തിന്റെ മക്കിലും മൂലകളും രഥചക്രം ഉരുട്ടിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ കടങ്ങൾക്ക് മുകളിൽ കിടന്ന് RSS ചുവടമർത്തേണ്ട വിട്ടിയിരുന്ന ഒരു കാലഘട്ടം. അന്ന് RSSനെതിരെ സംസാരിക്കുന്നവർ തീവ്രവാദി, ഭീകരവാദി, RSSനെതിരെ സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ RSSനെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിന്റെ മണ്ണിൽ RSSന്റെ ട്രൗസർ കണ്ടാൽ ഭയപ്പെടാത്ത ഒരു മുസ്ലിം സമുദായത്തെ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ലീഗുകാര അഭിമാനത്തോടെ കൂടി ഞങ്ങൾ പറയുന്നു. അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ബീജാപാപം നൽകിയ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഇപ്പൊ RSSന്റെ ട്രൗസർ കാണുമ്പോ ലീഗുകാരെ സമുദായം ചിരിക്കും. സമുദായത്തിന് തമാശയായപ്പോ RSSന്റെ ട്രൗസർ കാണുമ്പോ ഇതാരുണ്ടാക്കിയതാ? ഷാജി ഉണ്ടാക്കിയതാ? പാണക്കാട് തങ്ങന്മാരുണ്ടാക്കിയതാ? ഇത് മുസ്ലിം ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടാക്കിയതാ? ആരുണ്ടാക്കിയതാ? നിങ്ങൾ പറയണം. പിന്നെ ഞങ്ങൾ ജയില് കാണിച്ചിട്ടൊന്നും ഞങ്ങൾ പേടിപ്പിക്കണ്ട. ഞങ്ങളെ കുട്ടികൾ പിടിച്ചുപറി കേസിലല്ല ജയിലിൽ പോയത്. ഞങ്ങളെ കുട്ടികളെ കഞ്ചാവ് കടത്തിയിട്ടല്ല ഞങ്ങൾ ജയിലിൽ പോയത്. ഞങ്ങളുടെ കുട്ടികള് സ്ത്രീപീഡന കേസിലല്ല ഞങ്ങളുടെ കുട്ടികൾ ജയിലിൽ പോയത്. ഏതെങ്കിലും റജീനയുടെ വാതിലിൽ കടന്നുപറ്റിയിട്ടല്ല ഞങ്ങളുടെ കുട്ടികൾ ജയിലിൽ പോയത്. അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുന്നു RSSന്റെ വർഗീയതയെ, ഹിന്ദുത്വ ഫാഷിസത്തെ നെഞ്ചു പിരിച്ച് ചെറുത്തുനിന്നതിന്റെ പേരില, കമ്മ്യൂണിസ്റ്റ് തീവ്രവാദത്തെ ചെറുത്തു കൽപ്പിച്ചതിന്റെ പേരില ഞങ്ങളുടെ പ്രവർത്തകർ ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ഭയപ്പെടുത്താൻ വേണ്ടി നോക്കണ്ട. ഈ പ്രസ്ഥാനം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞു ഞങ്ങളാണ് ഒറ്റുകൊടുത്തത് എന്ന്. മുസ്ലിം ലീഗുകാരാ, മുസ്ലിം സമുദായത്തിന് ഒരു പാരമ്പര്യമുണ്ട്. അറിയോ നിങ്ങൾ? ഒരു പാരമ്പര്യമുണ്ട് സമുദായത്തിന്. മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുത്ത സൂര്യന് ശ്രമിക്കാത്ത മുസ്ലിം സാമ്രാജ്യത്തിനെതിരെ പൊരുതുമ്പോ മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുത്ത ചേക്കുട്ടിമാരുടെ ചരിത്രം നിങ്ങൾ പഠിക്കണമെന്നാണ് മുസ്ലിംകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചേക്കുട്ടിമാർ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ ചേക്കുട്ടിമാരെയൊക്കെ മുസ്ലിം സമുദായം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളാണ് ഒറ്റുകൊടുത്തത് എന്ന് വല്ലാണ്ട് പറഞ്ഞ് നടക്കണ്ട. ഇതിന്നൊക്കെ പഠിച്ച് ചരിത്രം പഠിച്ചുകൊണ്ടാ ഞങ്ങൾ ഈ പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. അതൊക്കെ പഠിച്ചിട്ടാ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് കണ്ണൂർ ജില്ലയിൽ തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിൽ പ്രസംഗിച്ചത് വാര്യംകുന്നത്ത് മഹ്മൂദാജി എന്നാ. പ്രസംഗം കഴിഞ്ഞപ്പോ മുസ്ലിം ലീഗുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നേതാവേ വെറുതെ അറിയാത്ത കാര്യം പറയാൻ നിൽക്കണ്ട. വാര്യംകുന്നത്ത് മഹ്മൂദാജിയല്ല, വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയാണ്. മുസ്ലിം ലീഗുകാരനെ പറഞ്ഞു കൊടുക്കുക. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി KM ഷാജി തമ്മിൽ എന്താ ബന്ധം? മമ്പർ തങ്ങന്മാരും മുസ്ലിം ലീഗുകാരും തമ്മിൽ എന്താ ബന്ധം? പറയണം നിങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടാ ഞങ്ങൾ ഈ പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. അറിയോ നിങ്ങൾക്ക്? ഒരു നൂറ്റാണ്ടുകാലത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം ഏറനാട്, വല്ലവനാട് താലൂക്കുകളിൽ ഒരു നൂറ്റാണ്ടുകാലത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം അവസാനിക്കുമ്പോ മുസ്ലിം ലീഗുകാര ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ബലിക്കത്തിലേക്ക് ഈ അമ്പാറ്റകളെ പോലെ പിടഞ്ഞുകൾ വലിച്ചവർ 2 ലക്ഷം. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിനിൽ വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ കണ്ണൂരിലേക്കാണ് വരുന്നത്. കുറ്റിപ്പുറത്തു നിന്നാണ് അദ്ദേഹം കയറിയത്. അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പോ ഞാൻ ചോദിച്ചു എവിടെയാണ്? ഞാൻ ആൻഡമാനിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഹിന്ദി സംസാരിക്കുന്നത്? നിങ്ങളുടെ ഭാഷ ഹിന്ദിയാണ്? അല്ല, എന്റെ ഭാഷ മലയാളമാണ്. എന്റെ കുടുംബക്കാരൊക്കെ മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ നീ എങ്ങനെയാണ് ആൻഡമാനിലെത്തിയത് എന്ന് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ അദ്ദേഹം വിശദീകരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആൻഡമാനിലേക്ക് നാടുകടത്തി 10,000-കണക്കിന് വരുന്ന മുസ്ലിങ്ങളെ മലപ്പുറം ജില്ലയിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു എന്റെ സ്ഥലത്തിന്റെ പേര് വാഴക്കാട് എന്നാണ്. എന്റെ സ്ഥലത്തിന്റെ പേര് മലപ്പുറം ജില്ലയിലെ സ്ഥലത്തിന്റെ അതേ പേര് ആൻഡമാൻ നിക്കോബാർ. അപ്പൊ ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു, അല്ല സഹോദര, എങ്ങനെയാണ് ഈ വാഴക്കാട് എന്ന് പറയുന്ന പേര് നിങ്ങളുടെ പ്രദേശത്തിന് വന്നത് എന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ബ്രിട്ടീഷുകാർ നാടുകടത്തിയപ്പോ തിരിച്ചു വരാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായപ്പോ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുള്ളവർ തിരിച്ചു വരാൻ സാധിക്കാതെ വന്നപ്പോ സ്വന്തം സ്ഥലത്തിന്റെ പേര്
അവിടെയുള്ള ഓരോ സ്ഥലത്തിന് ഇട്ടു കൊടുത്തു. അങ്ങനെ വാഴക്കാടുണ്ട്, പൂക്കോട്ടൂരുണ്ട്, തിരൂരങ്ങാടിയുണ്ട്. ആൻഡമാൻ നിക്കോബാറിൽ പോയാൽ നിങ്ങൾക്ക് കാണാം മുസ്ലിം ലീഗുകാരാ. തിരിച്ചു വരാൻ കഴിയാത്തത് കൊണ്ട് ബ്രിട്ടീഷുകാരൻ നാടുകടത്തിയ 10,000 വരുന്ന മുസ്ലിങ്ങൾ. നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് അത് ചാറ്റർജിയുടേതല്ല, അത് മുഖർജിയുടേതല്ല, പെരുന്നയിലെ നായർക്ക് കൊടുക്കാനുള്ളതല്ല. ഇന്ത്യ എന്ന് പറയുന്നത് അത് മുസ്ലിമിന്റേതാ, അത് ഇവിടുത്തെ ദളിതന്റേതാ, അത് ഇവിടുത്തെ ആദിവാസിയുടേതാ. അതിങ്ങനെ ചാറ്റർജിക്കും മുഖർജിക്കും ഒന്നും കൊടുക്കാനുള്ളതല്ല. കിട്ടുന്നത് മതി. തൽക്കാലം 5 മന്ത്രി 20 MLA ഞങ്ങൾക്ക് മതി, ഞങ്ങൾക്ക് കേരളം മതി, ഞങ്ങൾക്ക് മലബാർ മതി. നിങ്ങൾ ആദ്യം തവളകളാവാതിരിക്കുക, പൊട്ടക്കുളത്തിലെ തവളകളാവാതിരിക്കും നിങ്ങൾ. എന്നിട്ട് വിശാലമായ ഒരു ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചിന്തിക്കും നിങ്ങൾ. അതാ ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനോട് പറയാനുള്ളത്. ഈ ചരിത്രമൊക്കെ പഠിപ്പിച്ചിട്ടാ ഞങ്ങൾ കുട്ടികളെ പാർട്ടി പ്രവർത്തനത്തിന് വിടുന്നു, പൊതുപ്രവർത്തനത്തിന് വിടുന്നത്. അതുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കുമ്പോ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ജയിലിൽ നിന്ന് പോലീസുകാരെന്താ പറയുന്നതെന്നറിയോ? മോനെ, നിനക്ക് വീടെടുത്ത് തരാം, നിനക്ക് 2 ലക്ഷം രൂപ തരാം, നിനക്ക് 3 ലക്ഷം രൂപ തരാം, നിനക്ക് നീ പറയുന്ന ടൗണിൽ നിനക്ക് ഞങ്ങൾ വീടെടുത്ത് തരാം, നീ മാപ്പ് സാക്ഷിയാകണമെന്നാ, ഞങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയണം. കുറച്ച് നേതാക്കന്മാരുടെ പേര് നിങ്ങൾ പറഞ്ഞു തന്നാ മതി. കാർക്കിച്ച് തുപ്പി 19 വയസ്സുള്ള ഒരു മകനാണ് പോലീസുകാരന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയെങ്കിൽ മുസ്ലിം ലീഗുകാരാ. അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസ. അവരൊക്കെ എത്ര കാലം വേണമെങ്കിലും കടക്കൂ. സാഹിബേ, എത്ര വർഷം എന്ന് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞേ. ഇവരെയാ നിങ്ങൾ പേടിപ്പിക്കുന്നത്. 19 വയസ്സുള്ള മകൻ ഞങ്ങളോട് ചോദിച്ചത് സന്ദർശിക്കാൻ പോയപ്പോൾ, സാഹിബേ എത്ര വർഷം കടക്കണം എന്ന് പറഞ്ഞാൽ മതി. ഒരു പ്രശ്നവുമില്ല, ഒരു ടെൻഷനും ഇല്ല. പിന്നെ ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാ പറയുന്നത്. ജയിലിൽ കടന്നിട്ടുണ്ട് ഈ പ്രസംഗിക്കുന്ന ഈ ഉള്ളവൻ. ജയിലിൽ കടന്നിട്ടുണ്ട് 1 പ്രാവശ്യം 2 പ്രാവശ്യമല്ല, 5 പ്രാവശ്യം. അങ്ങനെയുള്ള ആളുകളാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? ലീഗ്. അറിയോ നിങ്ങൾ? AC റൂമിൽ കിടന്നുറങ്ങുന്നവരല്ല ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. വെറുതെ പറയുന്നതല്ല. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ പേടിപ്പിക്കണ്ട. ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മൂവാറ്റുപുഴ എസ്എഫ് മൗലവി അറസ്റ്റ് ചെയ്തു. എന്തിനാ അറസ്റ്റ് ചെയ്തത്? പ്രകോപനപരമായി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടാ. 2 മണിക്കൂറാ മൂവാറ്റുപുഴ എസ്എഫ് മൗലവിയെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തിയത്. 2 മണിക്കൂർ കൊണ്ട് ലീഗ് മുസ്ലിം 2 മണിക്കൂർ കൊണ്ട് തിരുവഞ്ചൂരിന്റെ പോലീസിന് മനസ്സിലായി ഇത് മദനിയല്ല, ഇത് മൂവാറ്റുപുഴ അസ്റഫ് മൗലവിയാ. മൂവാറ്റുപുഴ അസ്റഫ് മൗലവിക്ക് മരിക്കാൻ വേണ്ടി 10,000 പ്രവർത്തകന്മാർ കേരളത്തിലുണ്ട് എന്ന് 2 മണിക്കൂർ കൊണ്ട് തിരുവഞ്ചൂരിന്റെ പോലീസിന് മനസ്സിലായി. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഈച്ച പോലും കയറിയിട്ടില്ല. 2 മണിക്കൂർ നേരം പുറത്തു നിന്ന് ആരും ഇങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല. അപ്പൊ മനസ്സിലായി, ഇത് സാധനം വേറെയാ. താടിയിൽ മാറ്റണ്ട്, തൊപ്പിയിൽ മാറ്റണ്ട്. ഇത് മൂവാറ്റുപുഴയാ, അത് മദനിയാ എന്ന് മനസ്സിലായി തിരുവഞ്ചൂരിന്റെ പോലീസിന്. 2 മണിക്കൂർ കൊണ്ട് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയെ വെറുതെ വിട്ടു. കാണിച്ചുകൊണ്ടിരുന്ന മാതൃഭൂമി ചാനലിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വാർത്തയില്ല. 2 മണിക്കൂർ കഴിഞ്ഞപ്പം വാർത്തയില്ല. റിപ്പോർട്ടർ ചാനലിൽ വാർത്തയില്ല. നമ്മുടെ മീഡിയ വണ്ണിൽ പിന്നെ വാർത്തയില്ല. വാർത്ത എവിടെ പോയത്? വാർത്ത പോയത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ കൈവെട്ട് കേസിലെ പ്രതിയെ പോലീസ് നിരുപാധികം വിട്ടയച്ചു എന്ന ഒരു സാധനം ഇപ്പൊ പ്രസംഗിച്ച് നടക്കുന്നുണ്ടല്ലോ. ശശികൊല എന്നാ പറയേണ്ടത്. കാരണം പ്രസംഗിക്കുകയല്ല ഈ സ്ത്രീ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ടീച്ചർ എന്ന് പറയുന്ന പദത്തിന് വലിയ അർത്ഥമുണ്ട്. അതുകൊണ്ട് ടീച്ചർ എന്ന് പറയുന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് വലിയ അർത്ഥമുള്ള ഒരു പദമാണ്. ഗുരുനാഥ എന്ന് പറയുന്നത്, ടീച്ചർ എന്ന് പറയുന്നത്, അത് ഞാൻ ഒഴിവാക്കുകയാണ്. നാട് മുഴുവൻ പ്രസംഗിച്ചു കൊടുക്കുക. എന്താ നടക്കുന്നത്? കമ്പില് വന്നു ഹിന്ദുവിനെ ഉണർത്തി പോപ്പുലർ ഫണ്ടിന്റെ തണൽ ചാരിറ്റബിൾ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി വന്നു. എന്നിട്ട് വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചു. എന്താ ഫ്ലക്സ്? തീവ്രവാദ കേന്ദ്രത്തിലേക്ക് സംഘ് പരിവാരം മാർച്ച് നടത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ ഇപ്പുറം ചെറിയൊരു പോസ്റ്റർ, മാർച്ച് തടയുന്നു. തീർന്നു. അതോടുകൂടി RSSന്റെ മാർച്ച് തീർന്നു. ഒരു 100 അടി വന്നു. മുസ്ലിം ലീഗ് 100 അടി വന്നോ? ഗ്രീൻ വാലിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് പറഞ്ഞ RSS കോഴിക്കോട് തർബീയത്തിലേക്ക്, സമസ്ത നടത്തുന്ന തർബീയത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് പറഞ്ഞു. തർബീയത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് പറഞ്ഞപ്പോ ആ മാർച്ച് തടയുമെന്ന് പറയാൻ ഒരൊറ്റ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം. ലീഗുകാരല്ല, സമസ്ത നടത്തുന്ന സ്ഥാപന തർബീയത്ത്. ലവ് ജിഹാദിന്റെ പേര് പറഞ്ഞ് ഈ തർബീയത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് RSS പറഞ്ഞപ്പോ പോപ്പുലർ ഫ്രണ്ട് കയ്യെഴുത്ത് പോസ്റ്റ് മാർച്ച് ഞങ്ങൾ തടയും. പോലീസുകാരോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇവിടെ വെച്ചൊന്ന് അവസാനിപ്പിക്കും. കമ്പില് മാർച്ച് നടത്താൻ വേണ്ടി വന്നു. പോലീസ് പറഞ്ഞു, മാർച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾ വേണമെങ്കിൽ വിടാം, നിങ്ങൾ മാർച്ച് നടത്തുമോ അങ്ങോട്ട്?
സംഘപരിവാരനറിയാം മാർച്ച് നടക്കൂലെന്ന്, പോലീസുകാർക്കും അറിയാം മാർച്ച് നടക്കൂല എന്നുള്ളത്. അപ്പൊ ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാ പറയുന്നത്. ശശികല മുഴുവൻ പ്രസംഗിച്ചെടുക്കുക, ഹിന്ദു ഉണർന്നാൽ അതെ, ശശികല പറയുന്ന ഹിന്ദു ഉണർന്നാൽ ആദ്യം ഇല്ലാതാവാൻ വേണ്ടി പോകുന്നത് മുസ്ലിം ലീഗ്. ഇത് ശശികല തന്നെയാ പറയുന്നത്, ശശികല തന്നെ പറഞ്ഞു നടക്കുക. എന്നിട്ടോ എന്ത് മറുപടിയാ മുസ്ലിം ലീഗിന് പറയാനുള്ളത്? എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലീഗിന്? പക്ഷെ ഞങ്ങൾ പറഞ്ഞു ശശികലെ വെറുതെ കുരച്ചു നടക്കണ്ട, ഇത് 80 90 അതൊക്കെ വിട്ടു, പിടുത്തം വിട്ടു. ഇത് എസ്ഡിപിഐയുള്ള ഇന്ത്യയാണ്, ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്ന കേരളമാണ്. ഇതിവിടെ എന്ത് ഉണർന്നാൽ സാധാരണ നമ്മളൊക്കെ എന്താ ചെയ്യുക? പല്ല് തേക്കും, മൂത്രമൊഴിക്കും, ചായ കുടിക്കും, കക്കൂസി പോകും, പത്രം വായിക്കുന്നോ പത്രം വായിക്കും, പണിക്ക് പോകും. ശശികലെ നീ ഉണർന്നാലും ഇത് തന്നൊക്കെ കേരളത്തിൽ സംഭവിക്കൂ, ഇതിലപ്പുറം ഒരു ചുക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. മറ്റൊരു സാധനം വന്നല്ലോ, അന്താരാഷ്ട്ര നേതാവ് പ്രവീൺ ഭായി തൊഗാഡിയ. ഇപ്പൊ ആരും അങ്ങനെ അറിയാറില്ല. വന്നാൽ അന്താരാഷ്ട്ര നേതാവ് പ്രവീൺ ഭായി തൊഗാഡിയ തൃശ്ശൂരിൽ വന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളൊന്നും കടലിൽ പോകാൻ വേണ്ടി പാടില്ല. കടല് മുഴുവനും, ഇന്ത്യയിലെ കടല് മുഴുവനും സേതു സമുദ്രം ഉണ്ടാക്കിയത് ഞങ്ങളെ കാര്യമായ ആളാണ്. അതുകൊണ്ട് ഈ സേതു സമുദ്രം ഉണ്ടാക്കിയത് ഹിന്ദുക്കളാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളൊന്നും കടലിൽ പോകാൻ വേണ്ടി പാടില്ല. പ്രവീൺ ഭായി തൊഗാഡിയ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞതാ. മുസ്ലിം ലീഗ് മുണ്ടിയോ? 5 മന്ത്രി, 20 MLA-മാർ, എന്ത് 2020, എന്ത് മിണ്ടാൻ? ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ ചോദിച്ചു മിസ്റ്റർ തൊഗാഡിയ, അതൊക്കെ അങ്ങ് മഹാരാഷ്ട്രയിൽ പറഞ്ഞാൽ മതി. നിന്റെ തന്തയുടെ വകയാണോ കടലെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവീൺ ഭായി തൊഗാഡിയയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയതാ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഇവിടെ 2 നീതി നടപ്പിലാക്കുമ്പോ അതിനെതിരെ സംസാരിക്കേണ്ട മുസ്ലിം ലീഗ് പകരം ഒരു പ്രസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഈ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനം സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ്. സമസ്ത പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ വിഷയം നാറാത്ത പ്രശ്നമുണ്ടായപ്പോൾ അക്ഷരം മിണ്ടിയില്ല. എന്താ കാരണം? സമസ്തക്കറിയാം ഇതൊരു വേട്ടയാണ്, ഇത് ഇരകളാക്കപ്പെടുകയാണ്. SKSSF ആയാലും SSF ആയാലും മുജാഹിദ് പ്രസ്ഥാനമായാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും ഇന്ത്യയിലെ മുസ്ലിം ലീഗ് ആയാലും ഇന്ത്യയിൽ ഇരകളാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങി. മുസ്ലിം ലീഗ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം നാറാത്ത സംഭവത്തിൽ പിടികൂടപ്പെട്ട 21ഓളം ആളുകൾ അവർ നിരപരാധികളാണെന്ന് കേരളത്തിലെ മതസംഘടനകളൊക്കെ തോന്നാൻ വേണ്ടി തുടങ്ങി. പിന്നെ നമ്മുടെ മതസംഘടനകളൊക്കെ പ്രശ്നം അറിയാലോ. എന്ത് കേരളത്തിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിലപാടെടുക്കാൻ കഴിയുന്നുണ്ടോ? തിരുവനന്തപുരത്ത് ഞാനൊരു 10 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് പോയപ്പോ വലിയൊരു പള്ളി പൂട്ടിക്കിടക്കുക, നഊദുബില്ല, അള്ളാന്റെ ഭവനം പൂട്ടിക്കിടക്കുക. എന്താ പ്രശ്നം? മുസ്ലിം ലീഗ് അവിടെ പോയി പ്രസംഗിക്കണോ നീ സമുദായത്തെ കുറിച്ചിട്ട്? അതിനെ നന്നാക്കാൻ നോക്ക്. നീ കേരളത്തിൽ ഇല്ലാത്ത തീവ്രവാദത്തെ ഉണ്ടാക്കാൻ നോക്കണ്ട, അത് തടയാൻ നോക്കണ്ട. ഇനി അങ്ങനെ ഒരു തീവ്രവാദം ഉണ്ടെങ്കിൽ കേരളത്തിലെ തീവ്രവാദം ഇപ്പോൾ കേരളം മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്നതെന്നറിയാം. ലഷ്കറെ തൊയ്ബ കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഹുജി കഴിഞ്ഞാൽ, ഫിജി കഴിഞ്ഞാൽ, വാൽമാക്കരി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന പോപ്പുലർ ഫ്രണ്ട് SDPI പോലും. ആ വാള് കണ്ടപ്പോ നമ്മുടെ ലഷ്കറെ തൊയ്ബയും ഇന്ത്യൻ മുജാഹിദിനൊക്കെ നാണിച്ചു പോയിട്ടുണ്ടാവും. ആ വാളിന്റെ കോലം കണ്ടിട്ട് തീവ്രവാദികൾ വെട്ടിപ്പടിക്കാൻ ഉപയോഗിക്കുന്ന വാള്. പിന്നെ ഇന്ത്യൻ മുജാഹിദ് മിക്കവാറും പുറത്താക്കിയിട്ടുണ്ടാവും. എന്താ പ്രശ്നം? ഇവർ ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ സ്വന്തമായിട്ട് സാധനം ഉണ്ടാക്കി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അവരെ സാധനമൊന്നും വാങ്ങുന്നില്ല. പ്രശ്നമല്ലേ? ഇന്ത്യൻ മുജാഹിദ് എന്ന് പുറത്താക്കിയിട്ടുണ്ടാവും. പിന്നെ ലഷ്കറെ തൊയ്ബ നാണിച്ചു പോയിട്ടുണ്ടാവും ഈ വാളിന്റെ കോലം കണ്ടിട്ട്. എന്താ ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഗുജറാത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളല്ലേ ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇനി പറയല്ലേ വേണ്ടത്? എന്നിട്ട് സമുദായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും മുസ്ലിം ലീഗ്. ഇപ്പൊ നിങ്ങൾക്കറിയില്ലേ, ഒരു കാലത്ത് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാന കേരളത്തിൽ നേതൃത്വം മുജാഹിദീൻ എത്രയുണ്ട് എന്ന് അവരോട് ചോദിച്ചാൽ തന്നെ മറുപടിയില്ല. 3 ആണോ എന്ന് ചോദിച്ചാൽ പറയും 3 അല്ല, 2 ആണോ എന്ന് ചോദിച്ചാൽ പറയും 2 അല്ല, 5 ആണോ എന്ന് ചോദിച്ചാൽ പറയും 5 അല്ല. ഈ ഒരു കോലത്തിലല്ലേ ഇപ്പോ കേരളത്തിലെ മതസംഘടനകൾ? മറുഭാഗത്ത് എന്താ പ്രശ്നം? മറുഭാഗത്ത് തിരുകേശ വിവാദം കേരളത്തിൽ നടക്കുന്നു. തിരുകേശ വിവാദം ഞങ്ങൾക്കതിന് ഭാഗമാക്കല്ല, അതെന്തോ ആവട്ടെ, അതൊക്കെ പണ്ഡിതന്മാർ തീരുമാനിക്കുന്നത്. പക്ഷേ അത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന പ്രശ്നമല്ല.
നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടായ പുതിയ വിവാദങ്ങൾ, ജിന്ന് വിവാദം. കാണാത്തൊരു സാധന ജിന്ന്. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? നമ്മളൊന്നും ആരും കാണാത്ത സാധന. അതിനടി, അതിനുവേണ്ടിയാ പള്ളി പൂട്ടിക്കുന്നത്, അതിനുവേണ്ടിയാണ് ആയുധമെടുക്കുന്നത്. ഞങ്ങളുടെ മട്ടന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത്, ഇരിക്കൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പള്ളി പൂട്ടിക്കിടക്കുന്നു. എന്താ നടക്കുന്നതെന്നറിയോ നിങ്ങൾ? ജുമ നമസ്കരിക്കാൻ വേണ്ടി മിമ്പറിന്റെ മുകളിൽ കയറുമ്പോ ഒരു ഖത്തീബ് വന്നിട്ട് വേറൊരു ഖത്തീബിനെ വലിച്ച് താഴിടുക, എന്നിട്ട് അയാൾ കയറുക, പിന്നെ അയാൾ കയറിയിട്ട് ഇയാളെ വലിച്ച് താഴിലിടുക, അടിയിലിടുക. എന്താ അവസ്ഥ? ഈ സമുദായത്തെ നന്നാക്കി ലീഗേ നീ ഇവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കൂ. ഖൈദമില്ലത്തിന്റെ ആയത്ത, ഖൈദമില്ലത്ത് സ്ഥിരമായി പ്രസംഗിക്കുമ്പോ ഒരു പ്രസംഗത്തിൽ പോലും ഈ ആയത്തോടാണ് ഖൈദമില്ലത്ത് പ്രസംഗിക്കാറില്ല. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമിയ. ലീഗേ അള്ളാന്റെ കയറ് മുറുകെ പിടിക്കണേ, എന്നിട്ട് മുന്നോട്ട് പോകണേ. നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ചിന്ന ഭിന്നമാകരുത്. സ്വന്തം സമുദായത്തിലെ യുവാക്കളെ, സഹോദരങ്ങളെ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ പ്രവാചകൻ പഠിപ്പിച്ചതാ. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ബിൽഡിംഗ് പോലെയാണെന്ന പ്രവാചകൻ പഠിപ്പിച്ചത്. ആ പ്രവാചക വചനങ്ങൾ നിലനിൽക്കെ നാണമില്ലാതെ മുസ്ലിം ലീഗിന്റെ നേതാവ് പറയുന്നു, ഞങ്ങളാണ് ഒറ്റുകൊടുത്തത്, ഞങ്ങളാണ് പിടിപ്പിച്ചത്, ഞങ്ങളാണ് UAPA പ്രകാരം അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഒരു സമുദായത്തിലെ ചെറുപ്പക്കാരെ, ഈ സമുദായം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കാര്യമുള്ള പുതിയ യുവത്വം നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ വന്ന ഒരുപാട് പോസ്റ്റുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഈ മാറാത്ത സംഭവവുമായി പ്രതികരിച്ചത്, ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ഉണ്ടായത്. ഈ പ്രതികരണങ്ങളെ ശ്രദ്ധിച്ചപ്പോ മനസ്സിലായി, ഒരു സമൂഹം നിഷ്പക്ഷമായി ഒരു സമൂഹം ഈ സംഭവത്തെയൊക്കെ നോക്കിക്കാണുന്നുണ്ട്. അവർ വിലയിരുത്തും, എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് കേരളത്തിൽ ഉണ്ടായത്, നാറാത്ത് എന്താണ് ഉണ്ടായത്, ഇതിന് മുമ്പ് എന്താണ് ഉണ്ടായത്. ഇതൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ലീഗ്. എല്ലാ കാലത്തും ഇവരെ പറഞ്ഞു പറ്റിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കകത്തുള്ള മുസ്ലിം സമുദായത്തിനകത്തുള്ള ഇവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്ക്, ഈ ഭിന്നിപ്പ് നിങ്ങൾ പരിഹരിക്ക്. എന്നിട്ട് വിശ്വാസികൾക്ക് ആരെയും ഭയപ്പെടാതെ ഇരുന്ന് ജുമാ ഖുതുബ അതെങ്കിലും ശ്രദ്ധിക്കാനുള്ള അരമണിക്കൂർ സമയം, ആ സമയമെങ്കിലും സമുദായത്തിന് നീ ഭദ്രമാക്കി കൊടുക്കലേ. എന്നിട്ട് മതി പ്രസംഗം. എത്ര പള്ളികളാണ് കേരളത്തിൽ പൂട്ടിക്കിടക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇവരിങ്ങനെ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് പറയണ്ടേ ഞങ്ങൾ? ഇതിനെതിരെ സംസാരിക്കണ്ടേ ഞങ്ങൾ? അപ്പൊ ഇതിനെതിരെ ഇടപെടുമ്പോ, ഇതിനെതിരെ സംസാരിക്കുമ്പോ നിങ്ങൾ തീവ്രവാദം പറയും, ഭീകരവാദം പറയും. പിന്നെ ഒന്നുകൂടി ഞങ്ങൾ പറയാം, മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലയിലാണ് നാറാത്ത് എന്ന് പറയുന്ന പ്രദേശം. കണ്ണൂർ ജില്ലയിൽ CPM-ന് ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം ലഡു കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന സ്വഭാവമല്ല, ജിലേബി കൊടുത്തിട്ട് പരിഹരിക്കാൻ പറ്റുന്ന സ്വഭാവമല്ല. കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക്, RSSകാരുടെ പ്രശ്നം എന്താ? ലഡു കൊടുത്താൽ തീരുവോ? പായസം വെച്ചു കൊടുത്താൽ തീരുവോ RSSകാർക്ക് കണ്ണൂർ ജില്ലയില്? അപ്പോ ഞങ്ങൾ ചെയ്യുന്നത് എന്താ? കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട്, ആ ഭാഷയിലേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് സംസാരിക്കാറുള്ളൂ, ആ ഭാഷയിലേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. അതുപോലെ തന്നെ RSSന് മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട്, ആ ഭാഷയിലേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. ഞങ്ങൾക്ക് അത്ഭുതം അതല്ല. വിശാൽ എന്ന് പറയുന്ന ഒരു ABVP-യുടെ പ്രവർത്തകൻ അങ്ങ് ആലപ്പുഴയിൽ കൊല്ലപ്പെട്ടു. വിശാൽ ആലപ്പുഴയിൽ വെറുതെ കൊല്ലപ്പെട്ടതല്ല, എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ആയുധങ്ങളുമായി വന്നിട്ട് അവിടെ ഒരു സംഘർഷമുണ്ടായപ്പോ ആ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതാണ് വിശാൽ കൊല്ലപ്പെട്ടപ്പോ തൃക്കരിപ്പൂർ ഏതോ ഒരു സ്കൂളിൽ, അല്ലേ, തൃക്കരിപ്പൂരിൽ ഏതോ ഒരു സ്കൂളിൽ MSF പഠിപ്പ് മുടക്കി പോലും. ആരാ? അമ്മാവന്റെ മകനോ വിശാല്? അല്ല, അളിയനോ, ഭാര്യയുടെ ആങ്ങളെയാണോ ഈ വിശാൽ എന്ന് പറയുന്നവർ? ചെറുപ്പക്കാരൻ, RSSകാരൻ. എന്തിനാണ് MSFകാരൻ നീ തൃക്കരിപ്പൂരിലെ സ്കൂളിൽ നീ എന്തിനാ പഠിപ്പ് മുടക്കിയത്? അപ്പൊ ഞങ്ങൾ പറയുന്നത് ഇതാ, കണ്ണൂർ ജില്ലയിൽ പ്രസംഗിച്ച് നടക്കുന്നത് എന്താ? അശ്വനി കുമാർ എന്ന് പറയുന്ന ഹിന്ദു സഹോദരൻ കൊല്ലപ്പെട്ടതുപോലും. അശ്വനി കുമാർ ഹിന്ദുവായതുകൊണ്ടല്ല, ഒരു ഹിന്ദുവും അങ്ങനെ വെറുതെ കൊല്ലപ്പെട്ടിട്ടൊന്നുമില്ല. മുസ്ലിം ലീഗ് മാറാട് കൊല്ലപ്പെട്ടത് ഹിന്ദു സഹോദരങ്ങളല്ല, മാറാട് കൊല്ലപ്പെട്ടത് RSSകാരാ, സംഘപരിവാര തീവ്രവാദികൾ, അവരാണ് കൊല്ലപ്പെട്ടത്. പിന്നെ പുന്നാട് കൊല്ലപ്പെട്ട അശ്വനി കുമാർ, അവൻ തീവ്രവാദിയാ, സംഘപരിവാര തീവ്രവാദിയാ. അല്ലാതെ നിങ്ങളെ പുതിയാപ്പളയൊന്നല്ലല്ലോ. നിങ്ങൾക്കെന്താ ഇത്ര ടെൻഷൻ? നിങ്ങൾക്കെന്താ ഇത്ര പ്രയാസം? ഇത് മുഹമ്മദ് കൊല്ലപ്പെടുമ്പോ ഇല്ലല്ലോ.
ഇത് ഷുക്കൂർ കൊല്ലപ്പെടുമ്പോ ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇതാ, ഷുക്കൂറിനെ കൊല ചെയ്തിട്ട് ഇതുപോലെ ടെററിസം ഹാസ് നോ റിലീജിയൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ, ഒരു പൊതുയോഗം, ഒരു പ്രകടനം മുസ്ലിം ലീഗ് നടത്തിയോ? എന്തേ നിങ്ങൾ നടത്താതിരുന്നത്? അൻവർ, ഈ ഷുക്കൂർ കൊല്ലപ്പെടുന്നതിന് 6 മാസം മുമ്പാണ് അൻവർ കൊല്ലപ്പെടുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ ടെററിസം അത് ഭീകരതയല്ലേ? ടി.പി. ചന്ദ്രശേഖരനെ കൊന്നത് ഭീകരതയല്ലേ? ഷുക്കൂറിനെ കൊന്നത് ഭീകരതയല്ലേ, തീവ്രതയല്ലേ? അൻവറിനെ കൊന്നത് ഭീകരതയല്ലേ? അപ്പൊ ഇതൊന്നല്ല ഭീകര, ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോ ഈ നാറാത്തുനിന്ന് പിടികൂടിയ ഈ പൊട്ടൻ സാധനങ്ങൾ മാത്രമാണോ തീവ്രത? അത് മാത്രമാണോ ഭീകരത? ഇതെന്തേ നിങ്ങൾ ഭീകരതയുടെ പട്ടികയിലേക്ക് ഇതെന്തേ കടന്നു വരാത്തത്? അപ്പൊ ഞങ്ങൾ പറയുന്നത് മുസ്ലിം ലീഗിനോട് RSSകാരിൽ നിന്ന് പിടിക്കപ്പെടുമ്പോൾ പ്രകടനം നടക്കണം, RSSകാർ മരിക്കുമ്പോഴും ക്യാമ്പയിൻ നടത്തണം, RSSകാർ തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോഴും ഈ ആവേശം ഉണ്ടാവണം. അപ്പോ അവിടെ ആവേശമൊന്നുമില്ല. CPMകാർ കൊല്ലുമ്പോ ആവേശമൊന്നുമില്ല. അപ്പോ ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. മുദ്രാവാക്യം വിളിക്കാൻ മാത്രമേ നിങ്ങൾക്ക് ഇവരാവശ്യമുള്ളൂ. ഇവരുടെ തോന്നിയവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ മാത്രമേ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെ, നേതാക്കന്മാർക്ക് നിങ്ങൾ ആവശ്യമുള്ളൂ. ഹൈദരലി ശിഹാബ് തങ്ങന്മാരുടെ പേര് കേൾക്കുമ്പോ, തങ്ങളുടെ പേര് കേൾക്കുമ്പോ തക്ബീർ ചൊല്ലാൻ വേണ്ടി മാത്രമേ നിങ്ങൾക്ക് ഇവരാവശ്യമുള്ളൂ. നിങ്ങൾ കൊല്ലപ്പെടുമ്പോ, നിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ, നിങ്ങൾ കേസിൽപ്പെടുമ്പോ നിങ്ങളെ സഹായിക്കാൻ ലീഗിന്റെ നേതാക്കന്മാരില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നെല്ലിക്കാട്ടേരിയിൽ പിടഞ്ഞു വീണ് മരിച്ച 5 ചെറുപ്പക്കാർ. ഈ 5 ചെറുപ്പക്കാരുടെ ഫ്ലെക്സ് ബോർഡ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരായ 5 ചെറുപ്പക്കാർ. ഇവരെന്തിനാ ബോംബുണ്ടാക്കാൻ പോയത്? തമാശക്കുണ്ടാക്കാൻ വേണ്ടി പോയതാണോ ബോംബുണ്ടാക്കാൻ പോയത്? അല്ലല്ലോ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെതിരെ വരുന്ന അക്രമങ്ങളെ മാതാപുരത്തും നെല്ലിക്കാട്ടേരിയിൽ പ്രതിരോധിക്കാൻ വേണ്ടിയാ ഈ 5 ചെറുപ്പക്കാർ ബോംബുണ്ടാക്കാൻ വേണ്ടി പോയത്. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ IPC പ്രകാരം ഇവർ ചെയ്തത് കുറ്റകൃത്യമായിരിക്കാം. പക്ഷേ ഞങ്ങൾ ഈ ചെറുപ്പക്കാരെ തള്ളിപ്പറയാൻ തയ്യാറല്ല. മുസ്ലിം ലീഗ്, നിങ്ങൾ ഷുക്കൂർ നദിയുടെ രക്തസാക്ഷിയെന്ന് നിങ്ങൾ വിളിക്കുമ്പോ അഭിമാനത്തോടുകൂടി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ പാർട്ടി പറയുന്നു, മുസ്ലിം യൂത്ത് ലീഗിന്റെ നെല്ലിക്കാട്ടേരിയിൽ 5 ചെറുപ്പക്കാർ രക്തസാക്ഷികളാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ബ്രാഞ്ചുകാരനെയും പേടിയില്ല, ഞങ്ങൾക്ക് ഒരു തിരുവഞ്ചൂരിനെയും പേടിയില്ല. ഈ നെല്ലിക്കാട്ടേരിയിൽ പിടഞ്ഞു വീണ് മരിച്ച 5 മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ, നിങ്ങൾക്കവർ തമ്മാടികളായിരിക്കാം, നിങ്ങളെ അവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഞങ്ങൾ പറയുന്നു, മുസ്ലിം സമുദായത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരാണ് ഈ 5 ചെറുപ്പക്കാരെന്ന് ഞങ്ങൾ പറയും. അതാ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി നിങ്ങൾ പിരിവ് നടത്തിയോ? ഈ ചെറുപ്പക്കാരെ നിങ്ങൾ സഹായിച്ചോ? ഈ ചെറുപ്പക്കാരുടെ ഉമ്മമാരെ നിങ്ങൾ സ്വാധീനിപ്പിച്ചോ? അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? പറയണം, നിങ്ങൾ ചെയ്തില്ല. അതുകൊണ്ട് എന്റെ പടന്നയിലെ നീ ലീഗുകാരാ, നീ നെല്ലിക്കാട്ടേരിയിൽ ഒന്ന് പോയി നോക്ക്. അവിടെ മുസ്ലിം ലീഗ് 2 പീസായി, 2 കഷ്ണായി. ഈ ചെറുപ്പക്കാരുടെ കുടുംബങ്ങളടക്കം ഞങ്ങൾ അഭിമാനത്തോടെ കൂടി പറയുന്നു, ഈ 5 ചെറുപ്പക്കാരുടെ കുടുംബം ഈ നക്ഷത്രാങ്കിലെ രക്തകന്റെ പതാകയ്ക്ക് അഭയം തേടി നിൽക്കുന്നു. കൊടുക്കും ഞങ്ങൾ സംരക്ഷണം. ഞങ്ങളുടെ ചങ്കിലെ ശ്വാസം അതുണ്ടെങ്കിൽ ഇവർക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കും. അവരിന്ന് ഞങ്ങളോടൊപ്പം ഈ ചെറുപ്പക്കാരുടെ കുടുംബം ഒന്നടങ്കം നെല്ലിക്കാട്ടേരിയിൽ മുസ്ലിം ലീഗ് 2 കഷ്ണായി. ഈ സാധനം അവിടെയും വന്ന് പ്രസംഗിച്ചു. അപ്പൊ മനസ്സിലായി, പഴയ നെല്ലിക്കാട്ടേരിയല്ല, നെല്ലിക്കാട്ടേരിക്ക് ഒരുപാട് മാറ്റമുണ്ട് എന്ന് ഈ ഷാജിയെ പോലുള്ള നപുംസകങ്ങൾക്ക് മനസ്സിലായി അവിടെ വന്നപ്പോ. അതുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട, ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങള് ആരും മുസ്ലിം ലീഗുകാരാണ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരൊറ്റ പ്രവർത്തകനും വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോ ഉമ്മയോട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് ഉമ്മ വിധിയുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. നിങ്ങൾക്ക് ചരിത്രമറിയാത്തവരാണ്, നിങ്ങൾ ചരിത്രമറിയാത്തവരാണ്. വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാർ ടാർവീപ്പയിലിട്ട് ഉരുട്ടിക്കൊണ്ടുവന്നു. ഇന്നത്തെ മലപ്പുറത്തെ ടൂറിസ്റ്റ് കേന്ദ്രമായ കോട്ടക്കുന്നിൽ കൊണ്ടുവന്നിട്ട് ഹാജിയെ ആ ടാർവീപ്പയിൽ നിന്ന് പുറത്തിറക്കി. എന്നിട്ട് ഹാജിയോട് ചോദിച്ചു, ഹാജിയാരെ എന്താണ് ഹാജിയാരെ നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ, ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കണം എന്ന് ഹാജിയാർ പറഞ്ഞില്ല. ഞങ്ങൾക്ക് ബഹുസ്വര സമൂഹത്തിന് ജീവിക്കണം എന്ന് ഹാജിയാർ പറഞ്ഞില്ല. ഹാജിയാർ എന്നാ പറഞ്ഞത്, വെള്ള പലിശകളെ എന്റെ മൂടിക്കെട്ടിയ കണ്ണ് നയിച്ചു മാറ്റി, നീ എന്റെ കണ്ണ് നയിച്ചു മാറ്റണോ?
എന്റെ കൈ പിറകിൽ കെട്ടിയിരിക്കുന്ന എന്റെ കൈയുടെ കെട്ട് നയിക്ക്, എന്നിട്ട് ബ്രിട്ടീഷുകാരാ നീ എന്റെ നെഞ്ചിലേക്ക് വെടിവെക്ക്. ആൺകുട്ടിയെ പോലെ ഞാൻ ഇവിടെ പിടഞ്ഞുകൊണ്ട് മരിക്കട്ടെ. ഈ ചരിത്ര ഞങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അറിയോ നിങ്ങൾ? ഈ ചരിത്ര ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അലി മുസ്ലിയാരുടെ ചരിത്രം. മഹാനായ വലിയ നികുതി നിഷേധ പ്രസ്ഥാനം ഗാന്ധിജി തുടങ്ങുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറിയോ? ഗാന്ധിജി നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷ് സൂര്യനാസ്തമിക്കാത്ത അതേ സാമ്രാജ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, വെള്ളക്കാരാ, അള്ളാന്റെ ഭൂമിയിൽ നിനക്ക് നികുതി തരില്ല. ഈ വെളിയങ്കോട് നിനക്ക് നികുതി തരില്ല, നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തോ എന്ന് പറഞ്ഞ ആൺകുട്ടിയായി ജീവിച്ച വെളിയങ്കോട് ഉമർ ഖാദിയുടെ ചരിത്രം ഇതാ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആനുമായി പഞ്ചാബിൽ പരിശുദ്ധ ഖുർആനുമായി തൂക്കുമരത്തിലേക്ക് നടന്നു കയറുമ്പോ ഈ ഖുർആനെ സാക്ഷി നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരാ ഞാൻ പറയുന്നു, എന്റെ രാജ്യം സ്വതന്ത്രമാകും. അത് ഈ ഖുർആനെ സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ അഷ്ഫാഖുള്ളയുടെ ചരിത്രം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചരിത്രത്തിൽ അഷ്ഫാഖുള്ളയുടെ ചരിത്രം അതാണ് ഈ സമുദായത്തിന് പറയാനുള്ളത്. മാടായി കടപ്പുറത്ത്, മാടായി നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണ് മാടായി. ഈ മാടായി ഹജ്ജിന് പോകുന്ന മുസ്ലിങ്ങളെ പോർച്ചുഗീസുകാർ 250ഓളം ആളുകളാണ്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഹജ്ജിന് പോകുന്ന പോരാളികൾ 240ഓളം ആളുകളാണ് ആ കപ്പൽ മുക്കിയപ്പോ അവിടെ കൊല്ലപ്പെട്ടത്. ഇതൊക്കെ ഈ ചരിത്രം രണാങ്കണത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ബ്രിട്ടീഷുകാരുമായി പോരാട്ടത്തിൽ ഇന്ത്യയിൽ രണാങ്കണത്തിൽ പിടഞ്ഞു വീണ് മരിച്ച ഒരൊറ്റ പോരാളി മാത്രമേ രാജ്യത്തുണ്ടായിട്ടുള്ളൂ. അത് മൈസൂർ സുൽത്താൻ ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താന്റെ ചരിത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഒരു നിമിഷം കുറെ കാലം ഒരു കനലായി എരിയുന്നതിനേക്കാൾ നല്ലത് ഒരൊറ്റ നിമിഷം ഒരു തീപ്പന്തമായി ആളിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറയാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 1000 വർഷം എലികളായി ഇങ്ങനെ ആരൊക്കെയോ പേടിച്ച് ഭയപ്പെട്ട് മതേതരത്വം തെളിയിക്കാൻ വളഞ്ഞു നട്ടെല്ല് പറയാൻ ഇനി 1 ഇഞ്ച് പോലും ബാക്കിയില്ലാത്തവർക്ക് മുന്നിൽ നട്ടെല്ലിൽ നിവർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിൽക്കും. ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയും, അതിനുവേണ്ടി ഞങ്ങൾ സംസാരിക്കും. മുസ്ലിമിന്റെ മാത്രമല്ല, ഈ രാജ്യത്ത് ആരൊക്കെ അടിച്ചമർത്തപ്പെടുന്നു പറഞ്ഞോ അവർക്കൊക്കെ പരിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യം നൽകുകയാണ്. ആ ചോദ്യത്തിനാണ് ഈ പ്രസ്ഥാനം ഉത്തരം നൽകുന്നത്. അള്ളാന്റെ മാർഗത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പോരാടാത്തത്? നിങ്ങളുള്ള സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ദുർബലരും അലമുറയിട്ടുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ കരയുമ്പോ ഞങ്ങൾക്കൊരു രക്ഷകനെ നൽകണേ തമ്പുരാനെ, ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് ആളെ നൽകണേ തമ്പുരാനെ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അലമുറയിട്ട് കരയുമ്പോ എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദൈവിക മാർഗത്തിൽ പോരാടുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്ന് പറയുന്ന പ്രസ്ഥാനവും എന്ന് പറയുന്ന പ്രസ്ഥാനവും മുസ്ലിം ലീഗുകാരാ. അതുകൊണ്ട് പടച്ച തമ്പുരാൻ അറിയാം. ബദറിൽ പോരാടുമ്പോ പടച്ച തമ്പുരാൻ അറിയാം. ഒരു പക്ഷേ അവരെ ഒരു മല, ഒരു വലിയ മല അവരുടെ തലയിലേക്ക് വീണു അവരെ നശിപ്പിക്കാൻ പടച്ച തമ്പുരാൻ അറിയാം. പക്ഷേ പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് എന്താണെന്നറിയോ? ശത്രുവിന്റെ അടിവേര് അറുക്കുക എന്നതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. അതായിരുന്നു പടച്ച തമ്പുരാന്റെ ഉദ്ദേശം. അത് ആരുടെ കൈകൊണ്ട്? വിശ്വാസികളുടെ കരങ്ങൾ കൊണ്ട് തന്നെ ശത്രുവിന്റെ അടിവേര് അറുത്തു മാറ്റണം. അതിനാണ് ബദറുണ്ടായത്, അതിനാണ് ഉഹുദുണ്ടായത്, അതിനാണ് കൗരവ പാണ്ഡവ യുദ്ധം ഇവിടെ ഉണ്ടായത്. അതിനാണ് ചരിത്രത്തിൽ എല്ലാ മതങ്ങളും ധർമ്മത്തിനു വേണ്ടി പോരാടാൻ പഠിപ്പിക്കാത്ത ഒരൊറ്റ മതവും ചരിത്രത്തിലില്ല. കൗരവ പാണ്ഡവ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവസാനത്തെ യുദ്ധം ധൃതരാഷ്ട്രയുടെ മുന്നിൽ വന്നിട്ട് ധൃതരാഷ്ട്ര കുന്തി ദേവിക്ക് മുന്നിൽ വന്നു. യുധിഷ്ഠിരൻ പറയുന്ന ഒരു വചനമുണ്ട്, അമ്മേ ഗാന്ധാരി, ഇതാ അവസാനത്തെ പോരാട്ടത്തിന് ഞാൻ ഇറങ്ങുകയാണ്. അവസാനത്തെ പോരാട്ടത്തിന് ഞാൻ ഇറങ്ങുമ്പോ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോ ആ അമ്മ മകനോട് പറഞ്ഞത് ധർമ്മ സഹോദര, മോനെ യുധിഷ്ഠിര, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്ന് പഠിപ്പിച്ച ആ വേദങ്ങൾ അതാണ് ഞങ്ങൾ പഠിക്കുന്നത്, അതാണ് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, മുസ്ലിം ലീഗ് ഞങ്ങൾ ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം നിങ്ങൾക്കറിയാനിട്ട എല്ലാ വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കഴുമരത്തിലൂടെ
കഴിമരത്തിലൂടെ, ജയിലറകളിലൂടെ, വെടിയുണ്ടകളിലൂടെ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ. അത് ചരിത്രമാണ്. നിങ്ങൾ ചെഗുവേരയുടെ ചരിത്രം നിങ്ങൾ പഠിക്കൂ. നിങ്ങൾ സയ്യിദ് ഖുത്ബിന്റെ ചരിത്രം പഠിക്കൂ. ഹസനുൽ ബന്നയുടെ ചരിത്രം പഠിക്കൂ. സയ്യിദ് ഗസ്സാലിയുടെ ചരിത്രം പഠിക്കൂ. ഉമർ മുഖ്താറിന്റെ ചരിത്രം പഠിക്കൂ. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം പഠിക്കൂ. നിങ്ങൾ എല്ലാം ഇമാം അബൂ ഹനീഫയുടെ ചരിത്രം പഠിക്കൂ. ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഏറ്റവും വലിയ വിശ്വാസി എന്ന് പറയുന്നത് അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കൽ നീതിയുള്ള വാക്ക് പറയലാണ് ഏറ്റവും വലിയ ജിഹാദ് പ്രകടിപ്പിച്ച ഒരു വിശ്വാസി സമൂഹത്തിന്റെ ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് പെരുന്നയിലെ നായർക്ക് മുന്നിൽ തലകുനിക്കാൻ ഈ പ്രസ്ഥാനമില്ല. RSSന്റെ മുന്നിൽ തലകുനിക്കാൻ ഈ പ്രസ്ഥാനമില്ല. പിണറായി വിജയന്റെ മുന്നിൽ തലകുനിക്കാൻ ഈ പ്രസ്ഥാനമില്ല. അതിന് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും, എന്ത് ക്യാമ്പയിൻ നടത്തിയാലും, എന്ത് തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയാലും ഈ പ്രസ്ഥാനം അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടു എന്നെ ഇതുവരെ കേട്ട മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ സത്യം അറിയണം, സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇത് ഈ പ്രസ്ഥാനമാണ് പറയുന്നത് എന്നുകൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കണ്ട. മാറാത്ത വസ്തുത അത് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അതൊരു സമുദായത്തിന് നേരെയാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം, വിവേചനം തിരിച്ചറിയണം. മനസ്സാക്ഷി നിങ്ങൾക്കില്ലേ? നാളെ നിങ്ങളെ മക്കളായേക്കാം ഈ UAPയുടെ ഇരകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുക. മുൻധാരണയില്ലാതെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുക എന്ന് മാത്രം പറഞ്ഞു എന്ന് കേട്ട മുഴുവൻ ആളുകൾക്കും STPയുടെ